ഞാൻ വന്നൂടാ മുത്തു. വന്നെന്നോ? നീ ഇങ്ങോട്ട് തന്നെ വന്നെന്നോ? ഞാൻ വന്നടാ. നിക്ക് ഞാൻ അങ്ങോട്ട് വരട്ടെ. നിക്കടാ, ഞാൻ പറയട്ടെ. ഒന്ന് മാറിയേ പ്ലീസ്. എടാ പിച്ചുമുത്തു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എടാ എന്താടാ അളിയ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലിപ്പോ. 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർത്തോളാം. നീ വേമാ. ഒരുത്തിന് എഴുന്നേറ്റ് പോരുത്. കളക്ഷൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോ വരാം. വാ. എടാ നീ എന്ത് വിവരമില്ല സംസാരിക്കുന്നത്? ഇന്ന് നല്ല ജനക്കൂട്ടുള്ള ദിവസാ. ഇത് കഴിഞ്ഞ അടുത്ത ആഴ്ച പിന്നെ ഉള്ളൂ. എന്റെ വയറ്റ് തടിക്കാതെ. അയ്യോ, 2 ദിവസം വീട് ഒഴിഞ്ഞു കൊടുത്തില്ല. എല്ലായിടത്തും പുറത്തെറിയുന്ന അയാളുടെ ഭീഷണി. വല്ല രക്ഷയുണ്ടോടാ? എടാ നീ ആള് കൊള്ളാലോ. അല്ല, വീട്ടു ബ്രോക്കർമാരെ പിടിച്ചാ 1 മാസം വാടക കമ്മീഷനെ കൊടുക്കണമെന്ന് വെച്ച് തെരുവുതുരെ പിച്ചെടുക്കുന്ന എന്നോട് എവിടെ വീട് കാലിയുണ്ടോ നോക്കാൻ പറയുന്നു. അത് നോക്കി വന്ന് നിന്നോട് പറഞ്ഞാ അതിന് നീ ആകെ തരുന്ന 50 രൂപ. അത് കിട്ടുമോ ഇല്ലയോ? കൊടുക്കാം. 1 മണിക്കൂർ ഇവിടെ ഇരുന്നാ 500 സമ്പാദിക്കും ഞാൻ. 5 മാസമോ? വീട് കിട്ടാൻ 5 മാസം ആവുന്നു? അയ്യോ അതല്ല, അതൊന്നും പറ്റില്ല. അതെന്താ പറ്റാത്തെ? 5 മാസം 10 മാസം ഒന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ. തന്നോട് ആര് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ? എന്ത് ഞാൻ വേസ്റ്റോ? അനാവശ്യം പറയുന്നു. ഞങ്ങൾ വേറെ വിഷയം ഞാൻ സംസാരിക്കും. മിണ്ടായിരിക്കണം. എന്താ ഇത്? ഞാനെന്ന് പറയുമ്പോ ഇയാള് പറയുന്നത് വേറെന്നാ. എന്താ ചെവി കേക്കാൻ മേലെ? തലയിലുള്ള എന്താ നീ പറഞ്ഞ? ഇപ്പൊ ചോദിച്ചോ, പറയും. ശരി, അത് വിട്. നീ ബാച്ചിലർ, താമസിക്കാൻ നിനക്ക് ആരും വീട് തരില്ല. എന്താടാ മുത്തു, ഒരു ബാച്ചിലറെ വിശ്വസിച്ച് ഒരു നാട് തന്നെ ഏൽപ്പിക്കാമെങ്കിൽ ഒരു വീടങ്ങ് കൊടുത്താൽ എന്താ? കറക്റ്റ്. പടിഞ്ഞാറെ തെരുവിൽ ഒരു വീടുണ്ട്. ഹൗസ് ഓണർ എന്റെ ഒരു ഫ്രണ്ടാ. 10 പൈസ 10 വർഷമായിട്ട് കറക്റ്റായി തന്നോണ്ടിരിക്കുക. നല്ലവനാ. ഇന്ന് 20 പൈസ തന്നല്ലോ. ഇത് നീ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. ഇങ്ങോട്ട് നോക്ക്. വരുമ്പോ നീ മാത്രം വന്നാ മതി. ഈ കരുതയും കൂട്ടിക്കൊണ്ട് വന്നേക്കരുത്. വീട് കിട്ടില്ല. എന്താ കഴുകുന്നോ? ഒരു മിനിറ്റ്. വരുമ്പോ അഡ്വാൻസ് കൊണ്ടുവരണം. ശരി, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാനവിടെ എന്തടക്കണം അലമ്പുന്നേ? കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് നോക്കി. ഇതുപോലെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക്. എന്താന്ന് ചോദിക്കുക. ഇപ്പൊ ഞാൻ നിന്റെ മുഖത്തല്ലേ നോക്കുന്നത്? അത് തന്നെ. അല്ലാതെ വല്ലയിടത്ത് നോക്കി ഇങ്ങനെ ചുറ്റിക്കറങ്ങി സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? സോറി. ഷൂ പോളിഷ് ചെയ്യണോന്നോ? എന്താ സാർ, ആരും ഇല്ലേ? അതേനെ, 10 മിനിറ്റായി ഞാനിവിടെ വെയിറ്റ് ചെയ്യണു. ആരും കാണില്ലെന്നേ. പെട്ടെന്ന് സ്ട്രൈക്കോ? ഹലോ, എക്സ്ക്യൂസ് മീ. നിങ്ങക്ക് എവിടെ പോണം? താമ്പരത്തിന് ടിക്കറ്റ്. ആള് മാറി മോനെ. ആ ക്യൂ പോയി നിക്കണം. എന്ത് കഷ്ടം നോക്കി. നിങ്ങൾ? പല്ലാവരും. സൈതാപ്പേട്ടയ്ക്ക് 2 ടിക്കറ്റ് തരൂ. 2 സൈതാപ്പേട്ട 6 രൂപ. എന്താ നോക്കുന്നത്? പൈസ കാണുന്നില്ലടാ. പൈസ കാണുന്നില്ലെന്നോ? പൈസ ഇല്ലേ? അതേടാ. എത്രയാ വെച്ചിരുന്നു? 10 രൂപയാണോ? ഇല്ല. 50 രൂപയാണോ? ഇല്ല, 100. 100 രൂപ കണ്ടില്ലേ? ഹലോ, ടിക്കറ്റ് വേണോ വേണ്ടയോ? അല്ല, ഈ പോക്കറ്റിൽ പൈസ വെച്ചിരുന്നു, അത് കാണുന്നില്ല. നോയിക്കൊണ്ടിരിക്കുക. മാറി നിൽക്കൂ, അടുത്ത ആളുടെ ടിക്കറ്റ് എടുക്കട്ടെ. വരൂ. വന്നു. താമ്പരം 1. ഹിന്ദിയൂടാ. അടുത്തത്. അല്ല, ഇഫ് യു ഡോണ്ട് മൈൻഡ്, സൈതാപ്പേട്ടയ്ക്ക് 2 ടിക്കറ്റ് തരൂ. നാളെ തന്നെ പൈസ തിരിച്ചു തന്നോളാം ഞാൻ. 2 പേരുണ്ട്, അത്രയും ദൂരം. ലക്ഷ്മിക്കുട്ടി, പുതിയതായിട്ട് ജോലിക്ക് ചേർന്നതാ നീ. നിനക്കിതൊന്നും അറിയില്ല. കളിപ്പിക്കുമാര്. ഇതൊക്കെ വെറും അഭിനയമാ. നീ ഇതൊന്നും വിശ്വസിക്കാൻ നിക്കണ്ട. പാവം തോന്നി ടിക്കറ്റ് കൊടുത്തെന്ന് വെച്ചോ, 6 രൂപ ടിക്കറ്റ് 4-ന് വിറ്റ് സിഗരറ്റും വാങ്ങി വലിച്ചൂതി തള്ളിയിട്ട് പോകും. ഇവരെ വിശ്വസിക്കരുത്. ശരി ചേച്ചി, നിങ്ങൾ പറഞ്ഞ തെറ്റാറില്ല. കറക്റ്റ്. സോറി, ടിക്കറ്റ് തരാൻ പറ്റില്ല. എന്താ ഇത്? ബഡ്ജറ്റിൽ പറയുന്ന ഈ നികുതിയൊക്കെ അത് ഞങ്ങൾ തന്നെ അടക്കണ്ടേ? അപ്പൊ പബ്ലിക്കിന് വേണ്ടി ഒരു 6 രൂപ അത് നിങ്ങൾക്ക് അടച്ചൂടെ? പൈസയല്ലല്ലോ, സ്നേഹമല്ലേ വലുത്. സ്നേഹമാണ് ജീവിതം. സ്നേഹത്തെ പറ്റി വയലാർ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്നേഹിക്കില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. അതുകൊണ്ട് മാഡം, പൈസയല്ല വലുത്, സ്നേഹമാണ്. നമ്മൾ പരസ്പരം സഹായിച്ചല്ലേ സ്നേഹം. 6 രൂപ വേണ്ട പ്ലീസ്. ഒന്ന് സ്ഥലം കാലിയാക്കി തരൂ. ഞങ്ങൾ അഭിമാനികളാ. നാളെ കാലത്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടുതരില്ലേ? ബിരിയാണി വേണ്ട, പൈസ ചോദിക്കടാ. നിങ്ങളുടെ ഫ്രണ്ടിന് എന്താ? അത് അല്ല, എന്തായാലും 6 രൂപ തന്നല്ലോ. കൂടെ ഒരു 44 രൂപയും കൂടി തന്നാൽ രാത്രി ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് കറക്റ്റായിട്ട് നാളെ മൊത്തമായിട്ട് 50 രൂപ ഫുള്ളായിട്ട് കൊണ്ടുതരാന്ന് അവൻ പറഞ്ഞത്. ടിക്കറ്റ് ഇങ്ങ് തന്നെ. അയ്യോ, എന്ത് വലിയ വിളിച്ച? ഒരു 6 രൂപയ്ക്ക് വേണ്ടി എത്ര വഴക്കുണ്ടാക്കിയത്. നോക്ക്,
വിശക്കുന്നവന് ബിരിയാണി കൊടുക്കുന്നതിനെ പറ്റി ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നറിയോ? അന്നം ബിരിയാണി കൊടുക്കുന്നത് പറ്റി- ഉയിര് കൊടുക്കുന്നതിന് അത് തുല്യ. ഭഗവത്ഗീതയിലാ. വിശക്കുന്നവന് അപ്പം കൊടുക്ക അല്ല ബിരിയാണി കൊടുക്കണമെന്നാ. അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ മാസത്തിൽ 2 തവണ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കാറുണ്ട്. അയ്യോ, നിർത്ത്, തിരുപ്പതിയിൽ എന്താ നിർത്ത്. നടക്കാന്നറിയോ? നിരനിരയായി ഇല ഇട്ടിട്ട് എല്ലാവർക്കും അന്നദാനം. വേണ്ടെന്ന് പറഞ്ഞാൽ കൂടി എക്സ്ട്രാ കൊടുക്കും 2 തവി കൂടി. ദാ, ഇത് കയ്യിൽ വെച്ചോളൂ പ്ലീസ്. ഒന്ന് സ്ഥലം അല്ല കാലിയാക്കൂ. അങ്ങനെയല്ല, പോയാലും സാരില്ല. തീർച്ചയായിട്ടും നാളെ വന്ന് ഈ കടം വീട്ടിയിരിക്കും ഞാൻ. അങ്ങനെയുള്ള ആൾക്കാരല്ല, നല്ല ആൾക്കാരാ ശരി, ഞങ്ങള്. പോകൂ. എക്സ്ക്യൂസ് മീ, എന്താ പേരെന്താ? 50 രൂപയ്ക്ക് എന്റെ പേരോ? മുഖം കണ്ട തിരിച്ചറിയില്ലേ? പോ നാശങ്ങള്. ബുദ്ധിമുട്ടിച്ചാല് സോറി, പേടിക്കണ്ട. നാളെ തന്നെ 50 രൂപ തിരിച്ചു തരാം. ഓക്കെ? ആരാ? ഞങ്ങളാ കഥ തുറക്ക്. വല്ലാത്ത ക്ഷീണം. ചാർലി, നീ പോയി കഥക് തുറക്ക്. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരുമില്ല, ഞങ്ങള് തന്നെയാ. കഥ തുറക്ക്. വേഗം ശരി, വരുന്നു. ചെല്ല്. കഥക് തുറക്ക്. വേഗം കഥ തുറക്കുന്നു അതോ ജനൽ വഴി വരണോ? വാ വാ. എത്ര നേരായിട്ട് വിളിക്കുന്നു. ഞങ്ങൾ ഇതിനെ വിളിക്കുന്നു നിനക്കറിയാലോ. എടാ വീട്ടിനകത്ത് എന്താ നിനക്ക് ഇത്ര ഇമേജ്? ഇമേജ് ഉള്ളവർക്കല്ലേ മനസ്സിലാവൂ. ഇന്ന് ഹൗസ് ഓണർ വന്നിരുന്നു. നാളേക്കുള്ളിൽ വീട് കാലി ചെയ്തില്ലെങ്കിൽ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിടുമെന്ന് അയാൾ പറഞ്ഞത്. അയാളെല്ലാം അപ്പുറം ചെയ്യും. അയക്കെന്താ? ഒരു പിച്ചക്കാരൻ പോലും ഒരുപാട് സമ്പാദിക്കുന്നു. നമുക്ക് അവരുടെ കൂടെ പോയാലെന്താ? ഇതുവരെയായിട്ടും എഴുന്നേറ്റില്ലേടി? ഞാൻ ഉറങ്ങിയില്ല. നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുവായിരുന്നു. കഴിക്കാൻ എന്തെങ്കിലും ഓ, കൊണ്ടുവന്നോ? ഒന്ന് പതുക്കെ പറടാ. അവന്റെ ചെവിക്കാ കുഴപ്പം. നിന്നെ കൊണ്ട് വലിയ ശല്യമായാലോ. നിന്റെ ഒടുക്കത്ത് ഒച്ച കിട്ട് പെണ്ണാന്ന് വിചാരിച്ച വീട്ടുടമസ്ഥന് ഒഴിയാൻ പറഞ്ഞത്. ഇപ്പൊ 3 മാസത്തിനുള്ളിൽ 4 വീട്. ആരോടെങ്കിലും നേർക്ക് നിന്ന് സംസാരിച്ചിട്ടുണ്ടോ? ചോദിച്ചാ പെണ്ണിന്റെ ശബ്ദം പറഞ്ഞു ഒളിക്കുമല്ലേ? കഷ്ടപ്പാട് മുഴുവൻ എനിക്കാ. ഓരോരുത്തരും മട്ടനും പൊറോട്ടയും വേണമെന്ന് പറഞ്ഞ എങ്ങനെ ബിരിയാണിയാ കിട്ടിയത്? അത് കൊണ്ടുവന്നു. അതൊന്നും ആരും ഇവിടെ ചോദിച്ചില്ലല്ലോ. നീയൊക്കെ എന്നെ തൊലയ്ക്കുമല്ലോ. ശരി, തലവേദനയുടെ മരുന്ന് പിന്നെ കഴിക്കാം. ആഹാരം കഴിക്കും. കഴിക്കാൻ എന്തെങ്കിലും താ. ഇന്റിമേറ്റ് പൂശാലോ, ലിപ്സ്റ്റിക്ക് തേക്കാലോ. ഇന്റിമേറ്റ് പൂശാലോ, ലിപ്സ്റ്റിക്ക് തേക്കാലോ. ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുക. സ്കൂളിൽ പോവാൻ സമയമായി. രാവിലെ മുതൽ കണ്ണാടിയുടെ മുമ്പിൽ. സമയമായി, വേഗം വരൂ. ആ പെണ്ണുങ്ങളെ ബസ്സിൽ അയക്കാന്ന് വെച്ചാ ഇപ്പൊ ജീവനോടെ കത്തിക്കല്ലേ. ഓട്ടോയിൽ അയക്കാന്ന് വെച്ചാ പെട്രോളിന് വിലയും കൂടിപ്പോയി. തമിഴ്നാട്ടിലൊരുത്തം പച്ചലേന്ന് പെട്രോൾ കണ്ടുപിടിക്കാന്ന് വെച്ചപ്പോ അവനെ പിടിച്ചകത്തുമാക്കി. വിദേശത്തായിരുന്നു അവനെ പൂട്ട് പൂച്ചനെ. അച്ഛാ, ഓഫീസ് സമയമായി. ആ പുതിയ വണ്ടിയല്ലേ അച്ഛാ? പെയിന്റ് പോവില്ലേ? ആമ്പിള്ളാരെ കുറിച്ച് നിനക്ക് അറിയാൻ വേണ്ട. അവർക്ക് ബുദ്ധിയേക്കാൾ കൂടുതൽ കണ്ണാ വലുത്. നിന്നെ പോലും സുന്ദരി പോകുമ്പോ അവരുടെ നോട്ടം മുഴുവൻ നിന്നിലായിരിക്കും. വണ്ടി നല്ല കുട്ടപ്പനാക്കി വെച്ചാ നോട്ടം അങ്ങോട്ട് മാറിക്കോളും. ചുമ്മാതിരിക്കച്ചാ. ലക്ഷ്മി, ആ? നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണ് ഇന്നലെ ഈ കല്യാണ കാർഡ് തന്നിട്ട് പോയി. ഇന്ന് റിസപ്ഷനാ, ഒന്ന് പോയിട്ട് വരും മോളെ. എന്തിനാ കല്യാണത്തിനൊക്കെ? വലിയ ചുമ്മാ ഇരിക്ക് മോളെ. തിരക്കായിരിക്കില്ലേ? തിരക്കില്ലാത്ത കല്യാണം രജിസ്റ്റർ ഓഫീസിൽ പോകണം. അവിടെ 5-6 പേര് തലയെറിഞ്ഞിരിപ്പുണ്ടാവും. പറയുന്ന കേക്ക് മോളെ. അവള് നേരിട്ട് വന്ന് വിളിച്ചല്ലേ, ഒന്ന് പോയിട്ട് വാ. ഷോ ടൈം ആയച്ചാ. ശരി മുത്തശ്ശി. രാജീവ, സമയം കേറ് മോളെ. ആ സൂക്ഷിച്ച്. ആ പറഞ്ഞു കേട്ടല്ലോ. മുറുക്കി പിടിക്കണേ. ആ അച്ഛാ, പോയിട്ട് വരാം. മുത്തശ്ശി, ബൈ. അവിടെ ഒരു ഇംഗ്ലീഷിന്റെ സ്റ്റൈല് കണ്ടില്ലേ? നോക്ക്, ഞാൻ പറഞ്ഞ വീടിതാ. അമ്പോ, ഇത്രയും വലിയ വീടൊന്നും നമ്മുടെ കൊക്കൊല്ലതൊന്നുമില്ല. നീ വീട് കണ്ട് വരണ്ട. നീ താമസിക്കാൻ വന്നേ താഴെയല്ല മേളില. നേരെ നല്ലത്. ഹൗസ് ഓണർ ഇവിടെ ഉണ്ട്. വാ സാറേ. ആ എടാ പിച്ചേ, നിന്നെ കണ്ടിട്ട് കുറേ ദിവസം ആയല്ലോടാ. കൂട്ടുപ്രതി ആരാ? നിന്റെ അപ്പൻഡിസാ? ട്രെയിനിങ് കൊടുക്കുവാണോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല സാറ്. നമുക്ക് വേണ്ടപ്പെട്ടവനാ. വാടകയ്ക്ക് വീട് തേടുക. അയ്യോ സോറി സാർ. നമ്മുടെ വീട്ടിൽ ടോയ്ലറ്റ് ബോർഡ് കണ്ടു. ടോയ്ലറ്റ് അല്ലടാ, ടൂലറ്റ്. അതെ അതെ, എന്തായാലും എന്താ. അതുകൊണ്ട് ഹൗസ് ഓണറിന്റെ സ്വന്തം ആളാ. ഞാൻ വരച്ച വരലെന്ന് മാറില്ലെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. അനിയാ, ഹൈ റെക്കമെൻഡേഷൻ ആണല്ലോ വന്നിരിക്കുന്നത്. ഒക്കത്തില്ലെന്ന് പറയാനും പറ്റത്തില്ല. അനിയൻ എത്ര കുട്ടികളാ? അയ്യോ, ഞാൻ ബാച്ചിലറാ. ബാച്ചിലറാ? ബാച്ചിലാണെങ്കിൽ എന്താ, നല്ല തങ്കമാന മനുഷ്യൻ. കറക്റ്റായിട്ട് കാലത്ത് 6 മണിക്ക് വന്ന് ഗണപതി കോവിലിൽ വന്ന് നിൽക്കാറുണ്ട്. അയ്യോ, 6 മണിക്ക് എഴുന്നേറ്റ് ഗണപതി കോവിലിന് മുമ്പിൽ അത് നിന്റെ കൂടെ നിന്നാൽ അത് വളരെ മോശമാവുമല്ലോ. അയ്യോ, അതിനൊന്നുമല്ല സാർ. സാറ് തൊടാൻ വരുന്ന. സാറിന്റെ പേരെന്തുവാ? ജെയിംസ് വസന്ത്. എന്തുവാടാ ഇത്? 6 മണിക്ക് എഴുന്നേറ്റ് ഗണപതി കോവിലിൽ പോകുന്നതിന്റെ പേര് ജെയിംസ് എന്നോ? സാർ, എനിക്ക് എല്ലാം അതും ഒരുപോലെ. ഓ അങ്ങനെയാണോ? ഇവനുണ്ടല്ലോ, തൊഴിൽ പിച്ചക്കാരനാണെങ്കിലും ആൾ ഡീസന്റാ. പിച്ചക്കാർക്ക് എന്ത് ഡീസൻസ് നോക്കാനാ സാറേ? അങ്ങനെയല്ല. ആ കാലത്ത് അവന് ഇച്ചിരി ചോറ് വേണമെന്ന് പറഞ്ഞു വരും. അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലിയിലായിരിക്കും. പ്രധാന ജോലി എന്ന് പറഞ്ഞാ? പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ചെടിക്ക് വെള്ളം ഒഴിക്കുമായിരിക്കും. പക്ഷെ ഇവനെന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല കേട്ടോ. അതെന്താന്ന് വെച്ചാ
2 തവി ചോറും എടുത്തുകൊണ്ട് അടുക്കളയിൽ പോയിരിക്കും. തൊട്ടടുത്ത് അച്ചാറിരുന്ന അവൻ തൊട്ട് നോക്കത്തില്ല. അത്രയ്ക്ക് ഡീസന്റ് ഇവൻ. താങ്ക്സ് സാർ. ദേ കണ്ടില്ല ഇവന്റെ ഡീസൻസി. സാർ ഞങ്ങൾ 4 പേരാ. 4 പേരോ? അതെ സാർ. നേരത്തെ ബാച്ചിലർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 4 പേരോ? അല്ല 4 ബാച്ചിലേഴ്സ് ഒന്നായിട്ട് കഴിയുന്നു. ഓ അങ്ങനെയാണോ? അതെ സാർ. ഇതാണ് വീട്. എങ്ങനെയുണ്ടെന്ന് നോക്ക്. നല്ല സൂപ്പർ വീടാ സാർ. നന്നായിരിക്കുന്നു സാർ. മനസ്സിലുള്ള പോലെ തന്നെ വളരെ നന്നായിരിക്കുന്നു. ഇത്രയ്ക്കങ്ങ് സോപ്പിടണ്ട. ഇത് സാധാരണ വീടല്ലേ, കൂരെല്ലാം മിഞ്ചിരിക്കുന്നു. അഡ്വാൻസ് കിട്ടിയിട്ട് വേണം ശരിയാക്കാൻ. അല്ല മാറ്റർ കുറച്ച് അർജന്റ് അതുകൊണ്ടാ. അർജൻസി മനസ്സിലാവുന്നുണ്ട്. അനിയ പൈപ്പ് വെള്ളവും ബാത്റൂമും ഒക്കെ മേളിലാണ്. ഓ വെരി ഗുഡ്. ഇതാണ് കിച്ചൺ. ശ്രദ്ധയില്ലാതെ തീ കത്തിക്കരുത്. അയ്യോ. പിന്നെ ഇവിടെ താമസിക്കണമെങ്കിൽ വേറെ 3 കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ സാർ? വലിയ കാര്യമൊന്നുമില്ല. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് എങ്ങനെയെങ്കിലും ദയവായിട്ട് വാടക തന്നിരിക്കണം. ഇതൊരു പുതിയ കാര്യമാണ് സാർ. പൊതുവെ എല്ലാവരും 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി വേണമെന്ന് പറയുന്നു. സാറിന് മാത്രം 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി മതിയെന്ന്. അതൊക്കെ 1-ാം തീയതി തന്നെ ശമ്പളം വാങ്ങിക്കുന്നവർക്കല്ലേ അറിയാം. ഇപ്പൊ സാധാരണ എല്ലാവർക്കും 5-ാം തീയതി ആകുമ്പോഴേ ശമ്പളം കണ്ടില്ലേ? അവരോട് പോയി 1-ാം തീയതി വാടക അതെ, അതായത് രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവളെ ഈ വീട്ടിൽ വിളിച്ചിട്ട് അയ്യോ ഞാൻ ആ ടൈപ്പല്ല എന്നോട് നീ മിണ്ടാരി. അപ്പൊ അനിയ അത് കുഴപ്പമില്ല, ഞാൻ ശരിയാക്കി തരാം. കണ്ടീഷൻ നമ്പർ 3. എന്താ സാർ? കുറച്ച് ഉപ്പ് കൊടുക്ക്, കുറച്ച് സാമ്പാർ കൊടു, ഒരു തക്കാളിക്ക് ഏതാ വൈകിട്ട് തിരിച്ചു തരാം എന്നും പറഞ്ഞ് മോന്തം കാണിച്ച് അങ്ങോട്ട് വന്നേക്കരുത്. അല്ല സാർ, ഈ ബാച്ചിലേഴ്സ് ആകുമ്പോ ഇതൊക്കെ പതിവുള്ള. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് 2 പെൺപിള്ളാരാ ഉള്ളത്. അയ്യോ സോറി എന്താ നേരത്തെ പറഞ്ഞേ? സോറി സാർ, ഞാൻ അറിയാതെ പറഞ്ഞതാ. കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. പിന്നെ സ്വന്തക്കാർക്ക് എവിടാ? അത് ഈ സ്വന്തം ബന്ധമൊന്നുമില്ല, ഞങ്ങൾ 4 പേര് അനാഥരാ സാർ. അനാഥനാണോ? അപ്പൊ ലെറ്ററും കൊണ്ട് പോസ്റ്റ് ആകാൻ പോലും ഇതൊഴി വരില്ല. ഏതാണ്ട് ഓക്കെ, എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഈ കല്യാണത്തിനൊക്കെ ചെറിയ മ്യൂസിക് ട്രൂപ്പ് പരിപാടി. കല്യാണത്തിനോ? അതെ സാർ. അപ്പൊ കർക്കിടക മാസം ആകുമ്പോൾ വാടക പ്രതീക്ഷിക്കണ്ടല്ലേ? എന്താ സാർ അങ്ങനെ? കർക്കിടകത്തിൽ എവിടെയാണ് കല്യാണം ഉള്ളത്? അയ്യരന്മാർക്ക് കല്യാണം ഉള്ളത്. അവർക്ക് നിങ്ങളുടെ കച്ചേരിയും വേണ്ട. അങ്ങനെ. അപ്പോ അഡ്വാൻസിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? കൊള്ളാമല്ലോ. അഡ്വാൻസ് ആയിട്ട് ഇതൊക്കെ തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വേണമല്ലോ. അത് പോട്ടെ. 1000 രൂപ വാടക, 2000 രൂപ അഡ്വാൻസ്. ആയിക്കോട്ടെ. ഇപ്പൊ തന്നെ ഇവന്റെ 500 രൂപ കമ്മീഷൻ നിങ്ങൾ തരണം. അത് നേരത്തെ കൊടുത്തു സാർ. വാങ്ങിയോടാ? വാങ്ങിയതാ. എപ്പോഴാ വരുന്നേ? അത് ഇപ്പൊ തന്നെ തുടങ്ങാം സാർ. അപ്പൊ സാധനങ്ങളൊക്കെ അതൊക്കെ വന്നോളും സാർ. വരട്ടെ സാർ. വരട്ടെടാ. ശരി, പോട്ടെ. ആള് പക്കയാണല്ലോ. അല്ല, എന്താടാ തലയും ചൊറിഞ്ഞ് നിൽക്കുന്നേ? നമ്മുടെ കമ്മീഷൻ അത് നേരത്തെ മേടിച്ചല്ലോ. അങ്ങോട്ട് പോടാ അവിടുന്ന്. ഇവനെ ഇൻകം ടാക്സ് വരെ കൊണ്ട് റെഡി ചെയ്യിപ്പിക്കണം. സാർ ഒരു കോൾ വിളിക്കണം. ഒരു കോൾ 125 സാർ. നോ സെൽ. ഇല്ല സാർ, ലോക്കലാ. ഹലോ. ഹലോ 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 ഹലോ. എൻഗേജ്ഡാ. ഫോണ് പെൺപിള്ളേരെടുത്ത് കറക്റ്റായിട്ട് സംസാരിക്കും. ആൺപിള്ളേരെടുത്ത് പാമ്പ് പോലെ ഷൂ ഷൂന്ന് ചീറ്റിക്കൊണ്ടിരിക്കും. ഡേയ്, നിങ്ങളെയൊക്കെ എനിക്കറിയാടാ. കള്ള പരീക്ഷകള്. ഹലോ, ഞാൻ വസന്ത വിളിക്കുന്നത്. എന്താടാ? എടാ വീട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സാധനങ്ങൾ എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് ഉടനെ പോരെ. വരാനോ? ഉടനെ തന്നെ വരണം. ആ വീട്ടുകാരോടൊന്നും പറയണ്ട. ഉടനെ തന്നെ നമ്മുടെ സാധനങ്ങൾ എടുത്തൊരു ടാക്സി വിളിച്ച് നേരെ ഇങ്ങോട്ട് പോരെ. അഡ്രസ് എത്തിക്കോ. പറ. നമ്പർ 10. 4417755. കള്ള കഴിവരുകളെ കട്ട് ഫോൺ ചെയ്യല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വീടിന്റെ ഓണർ എങ്ങനെ നല്ലവനാണോന്ന് ചോദിക്കേ. പകലിൽ തന്നെ പെണ്ണെ കുട്ടിക്കണം വന്നേക്ക. വരുന്നടാ, ഇപ്പൊ കാണിച്ചു തരാം. ഡേയ്, ടെലിഫോൺ ബില്ല് എന്താ കൂടുതൽ ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യോ ഡേയ്, വ്യാജ സ്വർണ്ണത്തെ പറ്റി കേട്ടിട്ടുണ്ട്, വ്യാജ സിഡി ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാ ടെലിഫോൺ കേബിളിലൂടെ കള്ള കണക്ഷൻ എടുക്കുന്ന ഇപ്പോഴാണ് കാണുന്നത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. നിന്നൊക്കെ ഇന്ന് തന്നെ എവിടുന്ന ഒഴിപ്പിക്കോടാ. വരുന്നടാ, വരുന്ന. ആ വീട്ടിലെ ടെലിഫോൺ ഉണ്ടെന്ന് ചോദിക്കേ. നീ വിഷമിക്കാതെ. ആ അലവലാതി വീട്ടുടമസ്ഥന് അറിയാതെ അയാളുടെ കണ്ണി പൊടിയിട്ട് ട്രൈസൈക്കിൾ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് വരാം. പറ്റിയ ഈ ഫോണും പൊക്കിക്കോളാം. കൊളാബസ് വീണു കിട്ടി. സോറി.
നിങ്ങളിത് നന്നായിട്ട് പ്ലേ ചെയ്യോ? ഞാനും നന്നായിട്ട് പാടും. ഞാനിപ്പോ പാടട്ടെ, നിങ്ങൾ മ്യൂസിക് ഇടുവോ? അതൊക്കെ നീ ആരാ? ഈ വീടിന്റെ മിനി മാഡം. ആള് കൊള്ളാവല്ലോ കൊച്ചു മാഡം. അപ്പൊ പുറത്തേക്കൂടെ ഇപ്പൊ തുണിയൊക്കെ ആയിട്ട് പോയ വലിയ മാഡം ആരാ? നിന്റെ ചേച്ചിയാ? അല്ലല്ല, അവര് താഴത്തെ വീട്ടിൽ താമസിക്കുന്നവരാ. ഓ, ഓൾറെഡി അവര് കല്യാണമൊക്കെ കഴിഞ്ഞ ആളാ. അപ്പൊ പ്രശ്നമില്ല, ഇടയ്ക്കിടയ്ക്ക് ലോഹ്യം പറയാൻ ചെല്ലാലോ. അവരുടെ ഭർത്താവ് ഒരു അധ്യാപകനാ. നല്ല ചൂരൽവടിയുണ്ട് കയ്യില്, സൂക്ഷിച്ചോ. ശരി, അപ്പോ നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, ഞങ്ങൾ പാവങ്ങള്. വരൂ, കാപ്പി കുടിച്ചിട്ട് പോവാം. അകത്തേക്ക് വരൂ. സുഷമ, 2 കപ്പ് കാപ്പി കൊണ്ടുപോവാ. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്. ബൈ ദ ബൈ, ഇന്നലെ പ്രിൻസിപ്പൾ അതുപോലെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. നീ തന്നെ പറയൂ, കോളേജ് ക്യാമ്പസിൽ എന്നെപ്പോലെ സിൻസിയറായ പ്രൊഫസർ വേറെ ആരാ ഉള്ളത്? വേണ്ട സാർ, അത് വിട്ടേരെ. ഐ ആം സോറി. എന്തിനാ കോളേജിലെക്കാരും വീട്ടിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വൈഫിന് സുഖമല്ലേ? ആ, എല്ലാവർക്കും സുഖം. മോനെന്തോ സുഖമില്ലെന്ന് കേട്ടു. ഓക്കെ നോ? ഓക്കെ ഫൈൻ. ദാറ്റ്സ് ഗുഡ്. ഇതാണ് എൻ്റെ വൈഫ്. ഹലോ. ഫസ്റ്റ് ക്ലാസ്. ഏത് കോഫി യൂസ് ചെയ്യുന്നത്? സുഷമ, സാർ ചോദിച്ചത് കേട്ടില്ലേ? ഏത് കാപ്പിയാണ് നമ്മൾ സ്ഥിരം കുടിക്കുന്നതെന്ന്? ഇവളിങ്ങനെയാണ്. ആരെന്ത് ചോദിച്ചാലും സൈലൻ്റ് ആയിരിക്കും, വായി തുറക്കുകയില്ല. അതുകൊണ്ട് ഊമയാണെന്ന് വിചാരിക്കണ്ട. ഷീ ക്യാൻ സ്പീക്ക് വെരി വെൽ. നന്നായി സംസാരിക്കും. പറയൂ, എന്ത് കാപ്പി ഉപയോഗിക്കുന്നെന്ന്? ഫിൽറ്റർ കാപ്പിയാണ് കുടിക്കാറുള്ളതെന്ന്? ടെൽ. ഫിൽറ്റർ കോഫി. അപ്പം ഞാൻ ഇറങ്ങട്ടെ? ഓക്കെ സാർ. അവരോട് വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞോളാം. താങ്ക് യു. സുഷമ, ഫസ്റ്റ് ക്ലാസ്. ഏത് കാപ്പിയാണ് കുടിക്കുന്നത്? ഫിൽറ്റർ കോഫി. ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് തുലയ്ക്കാമായിരുന്നില്ല നിനക്ക്? എന്തെങ്കിലും കാപ്പിയുമായിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടോ നീ? ടെൽമി. അവനോട് മാത്രമേ സംസാരിക്കുള്ളൂ. ഞാൻ ചോദിച്ചാൽ ഒന്നും പറയില്ലേ നീ? ഒന്നും അറിയില്ലെന്ന് നിനക്ക് പറഞ്ഞ് തുലയ്ക്കാമായിരുന്നില്ലേ? നിങ്ങളല്ലേ ഫിൽറ്റർ കോഫി? മിണ്ടരുത്, എതിർത്ത് പറയാതെ. വീണ്ടും ആരുടെയെങ്കിലും മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ പോ, അകത്ത് പോ, കണ്ടുപോരുത്. വെള്ളം ചൂടാക്ക്, കുളിക്കണം. എണ്ണി നോക്ക്. ഈ ഫോട്ടോ നോക്കിയ സാറേ, ഞാൻ നേരത്തെ കല്യാണം കഴിച്ചാടാ. വെക്കടാ അവിടെ. വാ മോനെ, നന്നായി പാടിയെന്ന് കേട്ടല്ലോ നീ. എനിക്ക് ഒത്തിരി ഇഷ്ടായി. എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. നിനക്ക് പോകാൻ ധൃതി ഉണ്ടോടാ? ഇങ്ങതാ. അതുകൊണ്ടെന്താ സാർ? അതും കൂടി ഇങ്ങതാടാ. ആ, എണ്ണി നോക്കിക്കോ. വളരെ നന്ദി സാർ. സാർ, അടുത്ത പ്രോഗ്രാമിന് ഞങ്ങളെ തന്നെ വിളിക്കണം കേട്ടോ. നന്നായി പെർഫോം ചെയ്തോളാം. സാർ, 500 രൂപയുടെ കുറവുണ്ടല്ലോ സാർ. ഞാനാ മോനെ 500 കുറച്ചത്. അത് സാർ കുറവുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്? അതായതേ, ഈ വരന്റെ പാർട്ടിക്കാർ സദ്യക്ക് 300 പേരെ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞതേ. പന്തി പോയി എണ്ണി നോക്കിയപ്പോ 600 പേരുണ്ടേ. എനിക്ക് തന്നെ ഷോക്കായി പോയി. ശരി, കല്യാണ കവർ കിട്ടുമല്ലോ, അതിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു 10-200 രൂപ പോലും ഉണ്ടായില്ല. ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? അതുകൊണ്ടാണ് നിന്റെ അടുത്തൊന്നും അവന്റെ അടുത്തൊന്നും കുറച്ചത്. എന്തിന്? അയ്യർക്ക് തന്നെ 150 കുറച്ചാ കൊടുത്തത്. സാർ, അയ്യരെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റും, ഞങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റുക? അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. കാശ് മേടിച്ചിട്ട് പോ. കാര്യം മനസ്സിലാക്കി സംസാരിക്കാൻ എന്തിനാ ഇങ്ങനെ? ഒന്ന് പോ സാർ. നേരത്തെ പറഞ്ഞിട്ട് ഇപ്പൊ മാറ്റി പറയാ. എന്ത് പണിയാ സാർ? ഒരു പുതിയ വീട് എടുത്തിട്ടുണ്ട് സാർ. വാടക കുറച്ച് കൂടുതലാ. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് പ്ലീസ്. നീ എന്ത് വീടാ വാങ്ങണേ? താജ്മഹല വാങ്ങാൻ പോണേ? കറക്റ്റ്. എന്താ വിവരമില്ല സംസാരിക്കുന്നത്? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല സാർ. അത് തന്നെ, എന്നെ പോലെ കല്യാണം കഴിച്ച് 4-5 പിള്ളേരുണ്ടെങ്കിൽ അറിയാൻ കഷ്ടപ്പാട്. കറക്റ്റ്. എന്താടാ എല്ലാത്തിനും ഒരു കറക്റ്റ്? കറക്റ്റ്. ഇങ്ങനെ നായിഡുവിന്റെ വീട്ടിൽ 4 ഓർഡർ ഇരിക്കുമ്പോ നീ കരാറായി സംസാരിക്കാവോ? അതിൽ അവസാനത്തെ പെണ്ണ് ഇന്നോ നാളെ എന്ന് പറഞ്ഞ് വയസ്സറിക്കായിരിക്കുക. അതിന് നീ തന്നെയാ പാടാൻ പോന്നേ. അതെ സാർ. പിന്നെന്താ പോ. ഓക്കെ സാർ, താങ്ക് യു സാർ. സാർ, സാറിന്റെ ഇളയ മോള് വയസ്സറിക്കുമ്പോ എന്നെ തന്നെ വിളിക്കണം കേട്ടോ. എന്തോ? അല്ല, പാടാൻ വിളിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. കഷ്ടം. ഒരു പാട്ടിലും
ചേച്ചി ഏത് പടത്തിലെ പാട്ടാ ഇത്? ഇത് പടത്തിലുള്ള പാട്ടല്ല, മണ്ടി. ഇന്ന് കല്യാണത്തിന് ഒരാൾ പാടിയതാ ആ പാട്ട്. ഓ, ഹൃദയം നിറഞ്ഞ പാട്ടാണെന്ന് പറ. ഏയ് ചേച്ചി, മേളത്തെ പോർഷനിലും പാട്ട് പാടുന്ന ഒരാളാ വന്നിരിക്കുന്നേ. ആഹാ, ആ ശരി, നീ ഇരുന്ന് പഠിക്കുക. നാളെ രാവിലെ ഓഫീസിൽ പോകണം. തലേണിങ്ങതാ, ഞാൻ കിടക്കട്ടെ. നീ ഇരുന്ന് പഠിക്കുക. ഹോംവർക്ക് ചെയ്തിട്ട് ഉറങ്ങിയാൽ മതി. കാലെടുത്ത് മേലെ വെക്കരുത്. റെയിൽവേയിൽ ജോയിൻ ചെയ്ത പിന്നെ വല്ലാത്ത പേടി. എന്തു പറ്റി? അക്കൗണ്ടിനെ കണ്ടിട്ടാ. ഓ, അയാളോ? കണ്ട ദേഷ്യം വരും. വളരെ മോശമല്ലേ? സഹിക്കാൻ പറ്റുന്നില്ലേ? കുറച്ച് നാളത്തേക്കുള്ളൂ, പിന്നെ ശരിയായിക്കോളും. അത് ശരിയാ. എന്താ മഹാലക്ഷ്മി, എങ്ങനെയുണ്ട്? സുഖം തന്നെ. ഓഫീസൊക്കെ പരിചയമായോ? ഓ, നന്നായിരിക്കുന്നു. നോക്കുമോളെ, 10 പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവാ. ഒരുപാട് കഥകൾ ഉണ്ടാക്കും. എല്ലാവരും വായാടികളാ. എന്തു പറയുന്നു പ്രേമാൻ? ചേച്ചി, ചുമ്മാ ചുമ്മാ തമാശ. ആ, നിങ്ങൾ കഴിക്കേ. ശരി ശരി. എന്താ കഴിക്കുന്നേ? ചൂടായിട്ട് കോഫി കുടിക്കാം. ഓക്കെ. നിക്ക, ഞാൻ തരാം. ഇല്ലില്ല, ഞാൻ തരാം. നീ ഇരിക്കും, ഞാൻ വാങ്ങി വരാം. എക്സ്ക്യൂസ് മീ. ഹലോ, ഹലോ. വരൂ, ഇരിക്കൂ ഇരിക്കൂ. ക്യാൻറ്റീനിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ 50 രൂപ തരാൻ വന്നതാ. ഒവ്വൊരു പാടലിലും ഒവ്വൊരു നിனைவிருக்கும். കല്യാണത്തിന് സൂപ്പറായിട്ട് പാടി. നിങ്ങൾ കല്യാണത്തിന് വന്നിരുന്നോ? ഞാൻ കണ്ടതില്ലല്ലോ. നിങ്ങൾ പാടുന്നതും കേട്ടു, കാശ് വാങ്ങുന്നതും കണ്ടു. ഈ 50 രൂപ എനിക്ക് തരണ്ട, നിങ്ങളുടെ പാട്ടിനുള്ള ഗിഫ്റ്റാണ്. ഞങ്ങൾ എന്താ ഹോട്ടലിൽ വന്ന് കഥകളിയാണോ നടത്തിയ? താലത്തിൽ പണം കൊടുക്കുന്ന പോലെ ഗിഫ്റ്റ് കൊടുക്കാൻ? എന്താണത്? ഗിഫ്റ്റ് ഒന്നും വേണ്ട. തന്നോളൂ. അത് പോട്ടെ, ഇടയ്ക്കിടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ടല്ലോ. വീട് എവിടെയാ? മാമ്പലത്തില്. മാമ്പലത്തിലോ? അതെ. മാമ്പലത്തിൽ എവിടെ? അത് ഈ ജാനകി സ്ട്രീറ്റില്. ജാനകി സ്ട്രീറ്റ്? അതെ. അവിടെ എവിടെ? 10ാം നമ്പർ വീട്ടില്. 10ാം നമ്പർ വീട്ടിലോ? 10ാം നമ്പർ വീട്ടില് ഞങ്ങൾ മുകളിലാണ്, താഴെ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. പെണ്ണുങ്ങളോട് എപ്പോഴും വെയിറ്റിട്ട് സംസാരിക്കണം. നീ നോക്കിക്കോ, ഇവൻ എപ്പോഴും ഇങ്ങനെയാ. ആത്മപ്രശംസ ഇഷ്ടമല്ല. താമസിക്കുന്ന സ്വന്തം വീട് തന്നെ സ്വന്തം വീടെന്ന് പറയാൻ പഠിക്കുന്നവനാ ഇവൻ. നിങ്ങളുടെ വീട് സ്വന്തം വീട്, അത് നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. യെസ്. അത് മാത്രമല്ല, താഴത്തെ പോർഷൻ ഒരു താടിക്കാരന് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അയാൾക്ക് ഷേവ് ചെയ്യാൻ ബ്ലേഡിന് പോലും കാശില്ല. അയാളെ ദാടിന്ന് വിളിക്കാൻ 2 പെൺപിള്ളേര്. മഹാ ബോറാ കാണാൻ. ഓ, അയാള് 3 മാസത്തെ വാടക ബാക്കിയാ. 3 4 3. ഓക്കെ ഓക്കെ ഓക്കെ. സ്വന്തം വീടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. വലിയ ആൾക്കാരാ നിങ്ങള്. നിങ്ങളുടെ വീടൊന്ന് കാണണല്ലോ. വന്നോട്ടെ. ഞാൻ പറഞ്ഞില്ല, ആള് ലൈനായ ലക്ഷണമാ. വീട് കാണാൻ വന്നോട്ടെ എന്നാ ചോദിച്ചേ. വീട് കാണാൻ വരട്ടെ എന്നാ ചോദിക്കുന്നത്. വരണം, തീർച്ചയായും വരണം. എപ്പോ വരുന്നു, എന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഏർപ്പാട് ചെയ്യാൻ സൗകര്യമായിരുന്നു. ഇതൊന്നും അങ്ങനെ നീട്ടി വെക്കാൻ പാടില്ല. നാളെ തന്നെ വരാം, രാവിലെ 8 മണിക്ക്. വരട്ടെ? ഹലോ, എന്താ മിണ്ടാട്ടില്ലല്ലോ? വരട്ടെ? വന്നോ? തീർച്ചയായിട്ടും വന്നോ? തീർച്ചയായിട്ടും വരും. നാളെ തന്നെ വരൂല്ലേ? നാളെ തന്നെ വരാം. വാ, വാടാ, വാ വാ. എടാ മഹാഭാബി, നിനക്ക് തൃപ്തിയായല്ലോ. ലക്ഷ്മി, കാപ്പിക്ക് ചൂടില്ല, അതാ ഇത് വാങ്ങി വന്നേ. അതല്ലേ ഞാൻ ചൂടായിട്ടിരിക്കുന്നേ. എടാ, പെട്ടെന്ന് അതെല്ലാം എടുത്ത് മാറ്റ്. ആ പെണ്ണ് പോരും. കളഞ്ഞിട്ട് ആ കലങ്കോലായി കിടക്ക. ഇതുപോലെ ആ പെണ്ണിനെ പോയി ഇടിച്ചേക്കരുത്. കള്ള ഫോൺ കണക്ഷൻ എടുത്ത ഗൂഢസംഘത്തെ പോലീസ് വല വീശി. പോലീസ് വല വീശിയ മീനല്ലേ കിട്ടുക? ആളെവിടുന്ന കിട്ടുക? ഇതെന്താ കുപ്പത്തൊട്ടി തലേ കൊട്ടുന്ന? പണ്ടാറടങ്ങാനായിട്ട് കുപ്പത്തൊട്ടി എന്റെ തല തന്നെ കൊടുത്തു. അയ്യോ അയ്യോ, സിഗരറ്റ് കുറ്റിയുണ്ടോ? My work is over. ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. സുബ്രഹ്മണ്യ, വസന്തേ, എന്റെ കാതിന്റെ കാര്യം ആ പെണ്ണിനോട് പറയത്തില്ല. എന്നാന്ന്? പറയത്തില്ല. പറയില്ലല്ലേ? വസന്ത, അതേപോലെ എന്റെ ഈ മാറ്റർ പറയില്ല. താങ്ക് യു. വസന്ത, എന്നെ പറ്റി ഞാനായിട്ട് പറയില്ല, നീയായിട്ട് തൊള്ള തുറക്കായിരുന്നാ മതി. വളരെ നന്ദി. ആ പെണ്ണുണ്ട്, മൈൻഡ് ചെയ്തു, ഞാൻ വരാം.
ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. താഴെ ആരുമില്ലല്ലോ. ആ താടിക്കാരൻ. ഓ, ഇയാൾ അതിലൂടെ പോരെ. ഇപ്പൊ തന്നെ വരാം. ഇതാണ് നിങ്ങളുടെ വീട്? അതെ അതെ. പിന്നെ അവരെല്ലാം ആഹാരം വന്നിരിക്കുന്നത് നോക്കി. ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സാ. ഇത് ഗണേഷ്. ഇവരൊക്കെ അറിയും. എന്നെ പറ്റി പറയാം. ഇത് ചാർലി. ഹലോ. ഇത് വീരഭവൻ. അന്ന് കല്യാണത്തിന് ലേഡി വോയിസില് കൂടെ പാടിയതല്ലേ? നന്നായിരുന്നു. അതെ അതെ, ലേഡി വോയിസിൽ പാടുമെങ്കിലും ആളൊരു മൂഡി ടൈപ്പാ. ആരോടും അധികം സംസാരിക്കാറില്ല അല്ലടാ. അല്ല, ഇത്രയും വലിയ വീട് വിട്ട് മുകളിൽ ഒരു കുടിലിൽ വന്ന് താമസിക്കണില്ലേ? നിങ്ങക്ക് വലിയ മനസ്സാ. അതെ അതെ, ഇവ മാളിക പോയി മരുന്ന് വാങ്ങിക്ക്. ഈ കോമ്പൗണ്ടിൽ താമസിക്കുന്നവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ. എന്തോ തലവേദനയാണെന്ന് പറയുന്ന കേട്ടു. അത് ഈ ഹൗസ് ഓണർ ഇങ്ങനെയാ, ചെറിയ കാര്യത്തിന് വരെ വലിയ പ്രശ്നമാ. ഞാനത് പോയി നോക്കിട്ട് വരാം. ചായ കാപ്പി കൊടുക്ക്. ഞാൻ കോഫി ടീ എനിത്തിങ്? ഇല്ല, ഒന്നും വേണ്ട. കുറച്ചെങ്കിലും വിവരം ഉണ്ടോ നിനക്ക്? ഹൗസ് ഓണർ വിളിക്കുന്ന കേട്ടില്ലേ? ഒന്ന് വേഗം മാറാൻ അങ്ങോട്ട്. എന്താടോ? എന്താ സാർ? എന്താടോ ഈ കാണിച്ചിരിക്കുന്നത്? ഇയാളുടെ തല എന്താ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടിയോ? തെളിവ് സഹിത കൊണ്ടുവന്നിരിക്കുന്നത് മൊത്തം വീട് കുറ്റിയാ. എല്ലാം ഫിൽറ്റർ സിഗരറ്റ്. അതെന്തു ആയിക്കോട്ടെ മനുഷ്യ, ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാ. ഹൗസ് ഓണർ സാർ, ക്ഷമിക്ക് സാർ പ്ലീസ്. ഇയാൾ എന്തിനാടോ എന്നോട് ക്ഷമിക്കുന്നത്? തല ഇയാടെയാ, ഇയാളോട് ചോദിക്ക്. അയ്യർ സാർ, സോറി സാർ, ക്ഷമിക്ക് സാർ. ഇവനല്ല, രാത്രിയും കൂടി കറുത്ത കണ്ണാടി വെച്ച് നടക്കുന്ന ഒരുത്തല്ലേ ആ തെണ്ടിയാ. ആരാ സാർ? ഞാൻ വെറും കണ്ണോടെ അവനെ നോക്കി. അവൻ കറുത്ത കണ്ണാടിയും വെച്ച് എന്നെ നോക്കി. എന്നെ നോക്കിക്കൊണ്ട് തന്നെ എന്റെ തലയിൽ കുപ്പ ഉടഞ്ഞു. കുപ്പ കൊട്ടിയെന്ന് പ്രശ്നമല്ല, കുപ്പയും കൊട്ടി ഇങ്ങനെ ആളെ ആക്കുന്ന മാതിരി ഒരു പരിപാടി. അതുകൊണ്ട് ഇത് ഗ്രേറ്റ് ഇൻസൾട്ട് ടു പച്ചമട പഞ്ചാബ് കേഷൻ. ഐ ഹാവ് നെവർ സീൻ സച്ച് ആൻ ഇൻസൾട്ട് ഇൻ മൈ ലൈഫ്. ഇതുകൊണ്ടാ ബാച്ചിലേഴ്സിന് വീട് ഒട്ടും കൊടുക്കരുതെന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടോ? യുനോ, രാത്രി സമയത്തെ പെണ്ണുങ്ങളുടെ ഒച്ച വരെ കേൾക്കാം. അത് അടുത്ത് കിടക്കുന്ന ഭാര്യയുടെ ശബ്ദമായിരിക്കും. ഇല്ലെന്നേ, സ്വരം സ്വീറ്റ് ആയിരുന്നില്ലേ? മോളിന്ന് വന്നതാ. ഞാൻ പറയുന്നതേ നിങ്ങൾ കേൾക്കുന്നില്ല, പിന്നല്ലേ മോളിന്ന്. അവിടെ എന്ത് പെണ്ണുങ്ങള്? മിണ്ടാ, ഇങ്ങോട്ട് വാ. അതെന്താ ഇങ്ങനെ വരട്ടുന്നത്? അല്ല, തെറ്റിദ്ധരിക്കണ്ട. കാപ്പി ആറി പോകുന്നുള്ള വിഷമം കൊണ്ട് പറഞ്ഞതാ. ഓട്ടം ശരിയല്ലല്ലോ. ഞാൻ എന്റെ പെണ്ണുമ്പിള്ളയുടെ പോയിട്ട് അടിമേടിക്കണ്ടല്ലേ. ഭാഗ്യവാൻ. പോയി വാങ്ങു പോ. മര്യാദക്ക് ഇരിക്കുന്നത് വീട് ഒഴിഞ്ഞു പോന്നോ? ഇല്ല സാർ, ഇനി ഒരു പ്രശ്നം ഞങ്ങൾ വേറെ വീട് നോക്കില്ല. ഇല്ല സാർ, സോറി സാർ. എന്താ മോളെ, നിനക്കെന്താ അവിടെ പണി? നിന്റെ മേളിൽ ഇല്ല ചാ, പിന്നെ റോസപ്പൂ പറിക്കാൻ വന്നതാ. ടാങ്കിലും വെള്ളം കാണില്ല, പൈപ്പിലും വെള്ളം കാണില്ല. താഴെ വാടി വേണേ, അല്ലെങ്കിൽ അവന്മാര് നിന്റെ വിലയിലും കുപ്പിയിടും. ഇത് നിങ്ങളുടെ വീട്. ഈ അല്ല, വെറുതെ അവര് തമാശക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇതിന് ഞാൻ വെച്ചിട്ടുണ്ട്. വളരെ നല്ല മനുഷ്യനാ. വൈകുന്നേരം വരെ ഞങ്ങളിവിടെ ഉണ്ടെങ്കിലല്ലേ റോട്ടിൽ കിടക്കാനായിരിക്കും വിധി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? ഞങ്ങൾ വീട്ടുകാരാണ്, ഞങ്ങളുടെ മോളിൽ താമസിക്കുന്നത്. ഓ ഛേ, ഹൗസ് ഓണർക്ക് പല്ലുവേദനയോ? അതിന് അടിച്ചിട്ട് പോകണം. വസന്ത, കണ്ടോടാ? എന്താ എന്താ എന്താ? ലോട്ടറിയിൽ നമുക്ക് 1000 രൂപ അടിച്ചിരിക്കുന്നു. ലോട്ടറി അടിച്ചു, നമുക്ക് 1000 രൂപ. എൻജോയ്. ഇങ്ങനെ കുടിച്ച് ആരോഗ്യം നശിപ്പിച്ച എന്താ മോനെ അർത്ഥം? എല്ലാം നശിച്ചില്ലേ, ഇനി എന്തോ നശിക്കാനാ? നടന്നതൊക്കെ ആലോചിച്ചിരുന്ന എങ്ങനെയാ? ഇനി നല്ലതേ നടക്കൂ. കഴിക്കാൻ വാ മോനെ. നീ കഴിച്ചില്ലെങ്കിൽ പിള്ളേരൊക്കെ പട്ടിണി കിടക്കും. വാ മോനെ. പറഞ്ഞില്ലേ? എന്റെ ഈശ്വര, ഞാൻ ഇതൊക്കെ കാണുന്നല്ലോ. കുടിച്ച് കുടിച്ച് നെഞ്ചുരുക്കുക. കുടിക്കാതിരുന്നോണ്ട് എന്റെ നെഞ്ചുരുവില് മാറുവോ?
ഞാൻ ഈ മീശ വരച്ചിരിക്കുന്ന എന്തിനെന്നറിയാമോ? മീശയുള്ള ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണോ? എന്തായാലും ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്ത് കളയാം. ഇഷ്ടമാവോടി? പോടാ. ഹായ്, എക്സ്ക്യൂസ് മീ. സോറി. എന്തിനാ? അല്ല, നിങ്ങളുടെ വീട് ഞങ്ങളുടെ വീടാന്ന് പറഞ്ഞതിന്. അതിരിക്കട്ടെ, മുഖത്തെന്ത് പറ്റി? ഓ, ഇതാ ചുമ്മാ മീശ ഉണ്ടെങ്കിൽ വലിയ ആളാകില്ലെന്ന് കരുതിയിട്ട് വരച്ചു വെച്ചതാ. എങ്ങനെയുണ്ട്? മീശ വെച്ചതുകൊണ്ട് മാത്രം ആണാകണമെന്നില്ല. ഹലോ, അല്ല ഇപ്പൊ എല്ലാവർക്കും മീശക്കാരല്ലേ ഇഷ്ടപ്പെടുക? അതല്ല അപ്പോ. ഇതാ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. ഈ അടിക്കുന്ന അടി തൊട്ടടുത്ത സൈക്കിൾ വർക്ക്ഷോപ്പിൽ അടിച്ചാൽ നല്ല തുക സമ്പാദിക്കാം. 50-60 രൂപ മിനിമം കിട്ടും. നിനക്കത് പറഞ്ഞാൽ മതി. ഞാൻ ഈ പഴയ സ്റ്റൗവും വെച്ച് പെടുന്ന പെടാപ്പാട എനിക്കല്ലേ അറിയൂ. ഈ സ്റ്റൗവിന്റെ പിന്നും പോയി. ആ സ്റ്റൗ പിന്നും എടുത്തോണ്ടേ. ഞായറാഴ്ച ആയിട്ട് വല്ലതും വായക്ക് രുചിക്ക് കഴിക്കാന്ന് വിചാരിച്ചപ്പോ ആ സ്റ്റൗ പിന്നെ ഇവിടെ വെച്ചത്. എടാ, സ്റ്റൗ പിന്നെ എടുത്തു തരാൻ. എന്താ? എടി, ആ ഉപ്പെടുക്ക. ചിക്കൻ ഫ്രൈ. വരുന്ന വാസന കിട്ടിട്ട് നാടൻ കോഴിയാന്ന് തോന്നുന്നു. നമ്മൾ ചിക്കൻ കഴിച്ചിട്ട് എത്ര നാളായടാ? 3 മാസം മുമ്പ് സുപ്രിയ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കഴിച്ചതാ. അതിനുശേഷം നമ്മൾ എപ്പോഴാ കഴിച്ചേ? ഹലോ, ആരും ഞങ്ങളുടെ വീട്ടിലെ ശാപ്പാടിന്റെ മണം പിടിക്കണ്ട. ഞങ്ങളാരും നിങ്ങളുടെ ഫുഡിന്റെ മണം പിടിക്കല്ല. പിടിച്ചു. ആ, വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങി കഴിക്കുക. അയ്യോ, നിർബന്ധിക്കരുത്, ഞങ്ങൾക്ക് വേണ്ട. ആഹാ, അങ്ങനെയൊന്നും പറ്റില്ല. എന്റെ വീട്ടിലെ ഭക്ഷണത്തിന് മണം പിടിച്ചതല്ലേ, എനിക്ക് ദഹിക്കില്ല. എല്ലാരും റെഡിയാക്കോളൂ, ഞാൻ കൊണ്ടുവന്നേരാം ഭക്ഷണം. അവൻ വേണ്ടാന്ന് പറഞ്ഞാ ഞങ്ങളുടെ ഭാഷ വേണമെന്ന അർത്ഥം. വേഗം കൊണ്ടുവാ, ഞങ്ങൾ കഴിച്ചോളാം. സോറി. വസന്ത, ഒരു കാര്യം ശ്രദ്ധിച്ചോ? കോഴി കൂവിയാ നേരം വെളുക്കുന്നത്. ഇതിപ്പോ വയറ്റിനകത്തി എന്നാ നേരം വെളുക്കുമ്പോ നമ്മളും കൂവി പോകുവാവോ? നാണിക്കാതെ കഴിച്ചോളൂ. എന്തേലും വേണമെങ്കിൽ പറയണേ. ആഹാര കാര്യത്തിൽ ഞങ്ങൾക്ക് നാണോ മാനോ ഒന്നുമില്ല. വെള്ളം കുടിച്ചോളൂ. സാമ്പാർ ഒഴിച്ചേ, അത് ഞാൻ കുടിച്ചോളാം. എന്താ മിണ്ടാട്ടമില്ലല്ലോ? ശാപ്പാട് ഇഷ്ടായില്ലേ? നിവർന്നുകൂടി നോക്കുന്നില്ലല്ലോ. അയ്യോ, എരിവ് കൂടുതലായോ? വെള്ളം കൊണ്ടുപോയി. ഇല്ല, എരിവൊക്കെ കറക്റ്റാ. പിന്നെ ഞങ്ങള് എത്രയോ സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. അതെല്ലാം വയറ് മാത്രമേ നിറച്ചുള്ളൂ. പക്ഷെ ഇന്ന് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. അല്ല, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ ദിവസം ഇതുപോലത്തെ ശാപ്പാട് കിട്ടണമെന്നാ. എന്തുകൊണ്ട് കിട്ടില്ല? കിട്ടും. വേണമെങ്കിൽ ചോദിച്ചോളൂ, ഉണ്ടാക്കി തരാം. രാജി, ഇതെല്ലാം താഴെ കൊണ്ടുവയ്ക്ക്. ഞാനിപ്പോ വരാം. ശരി ചേച്ചി. ശാപ്പാട് വളരെ നന്നായിരുന്നു. താങ്ക് യു. ശാപ്പാടിനെ പറ്റി പറഞ്ഞു, ഇനി നിങ്ങളെ പറ്റി പറയൂ. എന്നെ പറ്റി ഇല്ല, ആദ്യ ഇയാളെ പറ്റി പറ. ലേഡീസ് ഫസ്റ്റ്. എന്നെ പറ്റി പറയാൻ എന്തിരിക്കുന്നു? ഞാൻ, അച്ഛൻ, മുത്തശ്ശി, രാജി,
അത്ര തന്നെ. അമ്മ മരിച്ചുപോയി. സോറി കേട്ടോ. ഇനി നിങ്ങൾ പറയൂ. തനിക്ക് അമ്മയിലില്ലാത്തത് എനിക്ക് ആരുമില്ല. പിറന്നുടനെ ഒരു ചർച്ചിൽ ഉപേക്ഷിച്ചിട്ട് പോയി. വളർന്നതെല്ലാം ചർച്ചില. ചെറിയ വയസ്സിലെ യേശുവിനെ കുറിച്ച് പാടി പാടി പാട്ട് തന്നെ ജീവിതമായി. അത് വിട്ട വേറൊരു തൊഴിലും അറിയില്ല. പെണ്ണുങ്ങളോട് വയസ്സും ആണുങ്ങളോട് വരുമാനം ചോദിക്കരുതെന്ന. എന്നാലും ചോദിക്കുക, ഒരു പ്രോഗ്രാമിന് എത്ര തുക കിട്ടും? എന്താ വാടക കൂട്ടാൻ പോണോ? ഇതാ വേണ്ടാത്തത്. ഏയ്, ഇയാളോട് പറഞ്ഞ എന്താ എനിക്ക്? ഒരു പ്രോഗ്രാമിന് പോയാ 1500 രൂപ കിട്ടുക. അതിലും മൈക്ക്, ആംപ്ലിഫയർ അതും ഇതെല്ലാം പോയാൽ 1000 രൂപ മിച്ചം കിട്ടുക. മാസത്തിൽ 3 പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒരു 2500-3000 രൂപ വരെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 4 പേരെ അഡ്ജസ്റ്റ് ചെയ്യണോ? അതിൽ വീട്ടു വാടക ഒരു 1500 രൂപ. അതുകൊണ്ട് ഫ്രീ ആയിട്ട് വീട് തരാൻ പറ്റുമോ? അല്ല, ഇയാള് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാ. നിങ്ങൾക്ക് 5000-10000 ഒന്നും കിട്ടില്ലേ? അത്രയ്ക്ക് പ്രശസ്തനൊന്നല്ലല്ലോ. നിങ്ങൾക്ക് പ്രശസ്തനായ കൂടെ. എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്താ? ജീവിതത്തിൽ ആരാ അധികം സമ്പാദിക്കാറുള്ളതെന്ന് അറിയോ? ആരാ? പോപ്പുലർ ആയിട്ടുള്ളവര്. ആദ്യം പ്രശസ്തി സമ്പാദിക്കുക, പണം താനേ വരും. എന്താ പറഞ്ഞേ? പ്രശസ്തി ആയി കഴിഞ്ഞാ പണം തന്നെ വരുമെന്നാ? സൂപ്പർ ഐഡിയ. അതിന് പ്രശസ്തിക്ക് എന്താ ചെയ്യാ? ആലോചിക്കുക. എല്ലാം ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാ. വണക്കം, വന്ദനം, സ്വാഗതം. വെൽക്കം ടു പ്രിൻസ് ജ്വല്ലറി സിൽവർ ജൂബിലി സപ്തസ്വരങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിൻസ് ജ്വല്ലറി അവതരിപ്പിക്കുന്ന സിൽവർ ജൂബിലി സപ്തസ്വരങ്ങൾ. ഇന്നത്തെ മത്സരത്തിൽ വിശിഷ്ടാതിഥിയായി നിറപ്പകിട്ടേക്കാൻ എത്തിയിരിക്കുന്നു പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ SA രാജ്കുമാർ. ആദ്യത്തെ റൗണ്ടിൽ ഒന്നാമതായി പാടാനെത്തുന്നത് ജെയിംസ് വസന്ത്. ഹലോ വസന്ത്. നമസ്കാരം സർ. സ്മാർട്ടായിരിക്കുന്നല്ലോ. സംഗീതത്തിലെ ഗുരു ആരാണ്? അത് ദൈവമാണ് സർ. ദൈവോ? എന്തായി പറയുന്നേ? അതെ സർ. ചെറിയ വയസ്സിലെ പള്ളിയിലൊക്കെ എല്ലാം യേശുവെന്ന് പാടിയ പാട്ട് പഠിച്ചേ. നേരെ മറിച്ച് ഒരു ഗുരുവിന് പണം കൊടുത്ത് സംഗീതം അഭ്യസിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാ. എന്താന്ന് വെച്ചാ ദൈവത്തിന്റെ മക്കളാ. ഇന്ന് നിങ്ങളെയൊക്കെ വളർന്നവരായി കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ 4 പേരും ഈ അനാഥാലയത്തിലാണ് വളർന്നതെന്ന് ഓർക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. ആട്ടെ ജെയിംസ്, ഇപ്പൊ TV മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പ്രോഗ്രാമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു മദർ. TV-യിൽ വന്ന പിന്നെ നിറയെ പ്രോഗ്രാമുണ്ട്. ജീസസ്. ആ ജീസസ് തന്നെയാണ് ഞങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ഐഡിയയുമായി ഒരു പെൺകുട്ടി അയച്ചത്. ഇരിക്കൂ. സൂക്ഷിച്ചിരിക്കേ മദർ. അവൾ നല്ലൊരു കുട്ടിയാ. ജെയിംസ്, ആരാ ആ പെണ്ണ്? ഞങ്ങളുടെ വീടിന്റെ ഓണറുടെ മോളാ. ആ പെണ്ണിന്റെ പേരെന്നാ ജെയിംസ്? ലക്ഷ്മി. നല്ല പേര്. ഒരു പെണ്ണ് നമ്മുടെ മുന്നേറ്റത്തിന് എൻകറേജ് ചെയ്താ അതൊരു ശക്തി തന്നെ അല്ല മദർ? എന്താടാ, ഞങ്ങളാരും ഐഡിയ പറഞ്ഞിട്ടില്ലേ? ഏയ്, നീ ചുമ്മാരിക്കടാ. കേട്ടോ മദർ, പണം സമ്പാദിക്കണമെങ്കിൽ ആദ്യം പ്രശസ്തി നേട്, പണം തനിയെ വന്നോളൂന്ന് ആ പെൺകുട്ടി എനിക്ക് പറഞ്ഞു തന്നത്. ആ ഐഡിയക്ക് ഈ മരമണ്ടന്മാരെ തലേ വരുമോ? കഴുതകള്. നോക്കൂ ജെയിംസ്, അനാഥാലയത്തിലേക്ക് വരുന്ന കുട്ടികൾ നല്ല നിലയിൽ വളർന്ന് കുടുംബജീവിതം നയിക്കുന്നത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം. പ്രായം കൂടിക്കൂടി വരികയല്ലേ. അടുത്തതെന്താ? ജെയിംസിന്റെ കല്യാണമല്ലേ? എന്താ ജെയിംസ്, എന്താ ആലോചിക്കുന്നേ? ഇല്ല മദർ, കല്യാണം എന്നൊക്കെ പറഞ്ഞാ ലക്ഷ്മി പോലൊരു പെണ്ണിനെ കിട്ടിയാലല്ലേ ജീവിതം ഭദ്രമാവൂ. ലക്ഷ്മി പോലത്തെ പെണ്ണെന്തിനാ? ആ ലക്ഷ്മി തന്നെ ആയാലെന്താ? എന്താണ് സങ്കോചം ജെയിംസ്? അല്ല മദർ, ഞാനൊരു അനാഥൻ.
അതാ ചെറിയൊരു മടി. ഒരു പെണ്ണിന് വേണ്ടത് നല്ല ഭർത്താവാണെന്നല്ലാതെ അവന്റെ പേരൻസ് ആരാണെന്നുള്ളതല്ല. നിന്നെ ഇഷ്ടാണെന്ന് ആ പെണ്ണോട് നേരിട്ട് ചോദിക്കാൻ മേലേ? നേരിട്ട് ചോദിക്കാനാ? ധൈര്യമായിട്ട് ചോദിക്കൂ. സമ്മതിക്കില്ലല്ലേ? തീർച്ചയായിട്ടും സമ്മതിക്കും. കേൾക്കുമ്പോ നല്ല സന്തോഷമുണ്ട്. ഇതിലൊക്കെ എന്തിനാടാ സങ്കോചിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ? നീ ധൈര്യമായിട്ടിരിക്കെ. അപ്പൊ ചോദിക്കല്ലേ? ധൈര്യമായിട്ട് ചോദിക്ക. എനിക്ക് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. അത് എനിക്ക് അയാളെ ഒത്തിരി ഇഷ്ടമാണ്. തനിക്ക് എന്നെ ഇഷ്ടമാണോ? കുറെ നാളായി എങ്ങനെ പറയേണ്ടതെന്നറിയാതെ കഷ്ടപ്പെടുകയായിരുന്നു ഞാൻ. പറയണമെന്നുണ്ട്, പക്ഷെ മനസ്സിനൊരു ധൈര്യം കിട്ടണ്ടേ. ഏയ് എടാ, മഴ വന്നടാ, എഴുന്നേക്ക്. എഴുന്നേരടാ, എഴുന്നേര്. ആ പെണ്ണിന്റെ പടം അതേപടി വെച്ചിരിക്കണോ? ആരെങ്കിലും കണ്ട എന്ത് പറയും? എഴുന്നേക്ക്. നേരം വെളുത്തോ? ലക്ഷ്മി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് പറയണം. ഹലോ. എന്താടാ എന്നുമില്ലാത്ത പോലെ 3 പേരും വരിയായിട്ട് നിൽക്കുന്നത്? വന്നു. കണ്ടിട്ടൊരു ഹിന്ദി നടനെ പോലുണ്ട്. ഫസ്റ്റ് ക്ലാസ്. താങ്ക് യു. ഹലോ, പ്ലീസ് കം ബാക്ക്. കമ്മിങ്. പോകുമ്പോ മുതിർന്നവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചോണ്ട് പൊക്കോ. നീ മിണ്ടിപ്പോരുത്. അവളോട് പറയാനുള്ളതൊക്കെ നിന്നോട് പറയാൻ പോ. ഓക്കെ? ഞാനെങ്ങനെയുണ്ടാ? എല്ലാവരും എവിടെ പോയതാ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തതിനാൽ ഡൈവോഴ്സ് കേസ് ആരംഭിച്ചിട്ട് ഇന്നത്തേക്ക് 1 വർഷം തികയുന്നു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു? ഇല്ല. ഇല്ല. ആയതിനാൽ നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ 1 വർഷം സമയം തന്നിട്ട് പോലും ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തതിനാൽ ലക്ഷ്മി എന്ന നിങ്ങളെയും ആനന്ദ് എന്ന നിങ്ങളെയും കൺസേൺ ഡൈവോഴ്സ് സെക്ഷൻ 10 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വിവാഹമോചനം തന്ന് വിധി പ്രഖ്യാപിക്കുന്നു. ഈ കേസിൽ ലക്ഷ്മി യാതൊരുവിധ സഹായവും ആവശ്യമില്ല എന്ന് അറിയിച്ചതിനാൽ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ജീവനാംശം കൊടുക്കേണ്ടതില്ലെന്ന് ഈ കോടതി തീരുമാനിക്കുന്നു. ഈ ലെജറിൽ രണ്ടുപേരും ഒന്ന് ഒപ്പിടും.
സാർ കുറച്ച് കാശുണ്ട്, വെച്ചോ. ഇത് വാടക ഇനത്തിൽ വെച്ചോ. അപ്പൊ ബാക്കി ഇനി എന്ത് ചെയ്യും? അത് സാർ ഞങ്ങളുടെ അടുത്ത പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ അത് കൊണ്ടുതരാം. നീ വലിയ കുഴപ്പമില്ല, എന്നാൽ നിന്റെ കൂടെ താമസിക്കുന്നവരൊക്കെ അലവലാദികളാണ്. ഇല്ല സാർ, അവരൊക്കെ നല്ല ആൾക്കാരാണ്. നീ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. ഒരുത്തൻ എന്ത് ചോദിച്ചാലും തർക്കുത്തരേ പറയത്തുള്ളൂ. വേറൊരുത്തരാണെങ്കിൽ മറുപടിയേ പറയത്തില്ല. ഇനി ഒരുത്തൻ നേരെ വന്നിട്ട് ഹൗസ് ഓണർ എന്നെ കണ്ട ഒരു ഗുഡ് മോർണിംഗ് പോലും പറയത്തില്ല. ഇത് അഹങ്കാരമല്ലേ? അതെ സാർ, സാറ് പറഞ്ഞ 100% സത്യം. എന്നാലും സാർ എന്നെ കുറിച്ച് പറഞ്ഞത് വളരെ നല്ലതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാമോ? ഞാൻ പറഞ്ഞു. ഡേ എന്നാ നേരെ കൂലി ഇത് തന്നെ കൂടുതലാ. ആ വേഗം ചെല്ല്. അമ്മേ ഇന്നാ 1 കിലോ മട്ടൻ മേടിക്ക്. മോളെല്ലാം കഴിച്ചോ അമ്മേ? ഇല്ല മോനെ, എപ്പോ നോക്കിയാലും അത് തന്നെ ആലോചിച്ചോണ്ടേ ഇരിക്കാം. ശരിക്കും ആഹാരം പോലും കഴിക്കുന്നില്ല. നടന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പറയുന്നത്? കുടുംബത്തോടെ നമുക്ക് എവിടെങ്കിലും ഒന്ന് കറങ്ങി വന്നാലോ? എല്ലാരെയും കൊണ്ട് ഇപ്പൊ എങ്ങോട്ട് പോകാനാ? എവിടേക്കെങ്കിലും പോകാൻ മോനെ. പിക്നിക്ക് പോകാച്ച. പോകുമ്പോ ആ പാട്ട് പാടുന്നവരെയും കൂട്ടിക്കൊണ്ടു പോകും. നല്ല രസമായിരിക്കും അല്ലേ? അതെ മോനെ, ഇവളീ പറയുന്നത് പോലെ അവരെയും കൂടെ കൂട്ടിക്കൊണ്ടു പോയാൽ കുറച്ച് സന്തോഷിച്ച് തിരിച്ചു വരാം. പക്ഷെ അവര് വരുമോ മോനെ? അതിനിപ്പോ വരാതോടെ പോനാ. കർക്കിടക മാസമായിട്ട് കച്ചേരി ഒന്നും ഉണ്ടാവില്ല. കൈ കാശും കാണത്തില്ല. ചോറ് കൊടുത്തിട്ട് പാടാൻ പറഞ്ഞ പാടിട്ട് പോകും. ഞാനും ചോദിച്ചിട്ട് എന്നാ നീ പോയി വിളിക്ക. ഹായ് ജോളി. അത് കണ്ടോ, ആ പക്ഷികൾ ഇങ്ങനെ ഇണചേർന്ന് പറക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്ത് സന്തോഷമല്ലേ? എന്നാ പിന്നെ നമുക്ക് കുറച്ചേരം ഇരുന്ന് സംസാരിച്ചാലോ? ഇരുന്നോളൂ. ശരി. ഏയ്, എന്താ നോക്കിയിരിക്കുന്നത്? ഇതാ ചാൻസ്, പറഞ്ഞോളൂ. ഞാനൊരു കഥ പറയട്ടെ. ഒരാൺ താറാവ് കുറേ നാളായി ഒരു പെൺതാറാവിനെ പ്രേമിക്കുക. താറാവ് കേക്കട്ടെ. അപ്പോ ഈ ആൺ താറാവിന് കുറേ നാളായി തന്റെ പ്രേമം തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെ അതിന് പറ്റിയൊരു ചാൻസ് കിട്ടില്ല. ഇന്ന് എന്തായാലും തന്റെ പ്രേമം തുറന്നു പറയണമെന്ന് കരുതി ഈ ആൺ താറാവ് പെൺതാറാവിന്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ ചെന്നു. ഇതേപോലെ ഇങ്ങനെ ചെന്നിട്ട് വളരെ അടുത്തായി പോയോ. ഫസ്റ്റ് ഡയലോഗ് ഈ ആൺ താറാവ് എങ്ങനെ തുടങ്ങിയിരിക്കും അറിയോ? സിമ്പിൾ. എന്ന് പറഞ്ഞ ഐ ലവ് യു എന്നർത്ഥം. എവിടെ പോയി ലക്ഷ്മി? എന്തിനാ എവിടം വരെ വന്നത്? സംസാരിച്ച് ഇവിടെ വരെ എത്തി. ആ നല്ല സംസാരമാ. നേരത്തെ കാലത്തെ പോലെ വീട്ടിൽ ചെല്ലാൻ ഒക്കത്തുള്ളൂ. പുറപ്പെട്. മറ്റന്മാരൊക്കെ എവിടെ പോയി കിടക്കുക? ആ കണ്ണാടിക്കാരൻ എന്റെ കാലെ കയറി ചവിട്ടി. സോറി സാർ. ഞാൻ ചെല്ലട്ടെ, അച്ഛൻ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പിറകെ വന്നോളൂ. അമ്മേ വേഗം വന്ന് 2 ഇഡ്ഡലി എടുത്ത് വെക്ക്. കഴിച്ചിട്ട് വെളിയിൽ പോണം. ഒരുപാട് ജോലിയുള്ള. ഇരിക്കെ. ഓ, ഇപ്പഴാ മനസ്സിനൊരു സന്തോഷമായത്. എന്താ? ലക്ഷ്മി നല്ല മൂഡിലിരിക്കുമ്പോ ഒരു കല്യാണക്കാരൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കേ. അതെ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവള് സന്തോഷമായിട്ടിരിക്കുന്ന സമയം നോക്കി വേണം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. ഞാൻ ആ ബ്രോക്കർക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് കഴിച്ചിട്ട് വിളിക്കാം മോനെ. സാമ്പാർ ഒഴിക്കുമ്പോ ചൂടോടെ. എന്താടാ ഇത്? എന്താന്ന് ചോദിച്ചാൽ കൊച്ചുവെളുപ്പാങ്കാലത്ത് അവൻ സ്ഥലം വിടും, അതുകൊണ്ടാ. ഹലോ, ആരാ? ബ്രോക്കർ പെർമിഷൻ വേണോ? ഇത് ഞാനാ സുബ്രഹ്മണ്യ സംസാരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞ കാര്യം? എന്തേ? എടാ പരമശിവം, പയ്യനോട് നീ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, എൻ്റെ മകൾ ലക്ഷ്മി നേരത്തെ കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സ് ആളാണെന്ന്. ജെയിംസ്, നിന്നെ വളർത്തിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞ ശേഷവും നല്ല തീരുമാനം എടുത്തല്ലോ. നിനക്ക് വളരെ വിശാലമായ മനസ്സാണ്. അയ്യോ, വലിയ വലിയ വാക്കുകളൊന്നും പറയല്ലേ മദർ. ആദ്യം കേട്ടപ്പോൾ എനിക്കും ഒരു ഷോക്കായി. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ മദർ, ഇപ്പം എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. മൈ സൺ, ഈ നേരത്താണ് നീ വളരെ ശ്രദ്ധിക്കേണ്ടത്.
അവളുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ നീ ഒന്നും ചോദിക്കരുത്. അയ്യോ, ഞാൻ സ്നേഹിക്കുന്ന അവളുടെ മനസ്സിനെ, ആ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. നിന്റെ മനസ്സിലുള്ള സ്നേഹം നീ അവളെ അറിയിച്ചോ? ഇല്ല മദർ, ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇനി വേണം ശ്രമിക്കാൻ. വേഗം അറിയിക്കേ. ആട്ടെ ജെയിംസ്, നീ ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം ആ പെണ്ണിനോടുള്ള ആത്മാർത്ഥത മൂലമാണോ അതോ അനുകമ്പ മൂലമാണോ? സ്നേഹം കൊണ്ടെടുത്ത തീരുമാനം. ചെയ്യുമ്പോ അങ്ങോട്ടൊരു നേരം. நான் சொல்றத என்ன கேட்க, இது சாதாரண பொம்மை கிளி இல்ல, ஆண்டாள் கையில உள்ள தெய்வ கிளி. ஆண்டாள் கண்ணனுக்கு இந்த கிளியை தான் தூது அனுப்பினாங்கிறது ஐதீகம். இவ்வளவு ஏன், முன்னாள் ஜனாதிபதி வெங்கட்ராமனே இந்த கிளியை வாங்கினார்னா பாருங்களேன் இந்த பச்சை கிளியோட பவரை. இது ஆத்துல சுவாமி ரூம்ல வச்சு பூஜை பண்ணா சகல ஐஸ்வர்யமும் கிடைக்கும். குறிப்பா பெண்களுக்கு சீக்கிரம் கல்யாணம் நடக்கும். அப்ப ஆணுங்களுக்கோ? அம்பே, ஆம்பளைக்கு நடக்கும்பா. കുന്നിക്കുരുമണി വാരിക്കളിക്കുന്ന കുഞ്ഞായി നിൻ മുന്നിൽ നിന്നിടുമ്പോൾ പാവം കുറൂരമ്മ ലാളിച്ച പൊന്നുണ്ണി കണ്ണാ നീ എന്നെ മറന്നിടല്ലേ. എന്ത് വസന്ത, കിളിപ്പാവൊക്കെ ഉണ്ടല്ലോ. ഇതാ, ഇതേ സാധാരണ കിളിയല്ല, ദേവി കടാക്ഷമുള്ള ദിവ്യ കിളി. ഈ കിളി വഴിയാണ് മുരുകന് ദേവി ദൂതയച്ചതെന്ന് ഐതിഹ്യം. ഈ കിളിയെ ദേവി സന്നിധിയിൽ വെച്ച് ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും കിട്ടും. മാത്രമല്ല, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം നടക്കും. ഒന്ന് ട്രൈ ചെയ്തു. വീട്ടില് എളുപ്പത്തിൽ നല്ല കാര്യങ്ങൾ നടക്കണമല്ലോ, അതിനുവേണ്ടി വാങ്ങിയതാ. കിളിയെ കൊണ്ടുപോയി ദൈവത്തിന്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കുമ്പോൾ ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? വിഘ്നേശ്വര, കാത്ത് രക്ഷിച്ചോളനെ അടിയനെ. കൃഷ്ണനും ക്രിസ്തുവെന്നൊക്കെ പറയും, പക്ഷേ എനിക്കെല്ലാവരും ഒരുപോലെ നിങ്ങൾക്കറിയാലോ. ഈ ദിവ്യകിളിയെ ഞാൻ ഇവിടെ വെച്ച് ആരാധിക്കുക. ദൈവക്കിളി, ദൈവത്തിനു വേണ്ടി ദൂത് പോയതല്ലേ നീ? സോറി, നിങ്ങൾ. ഇപ്പൊ എങ്ങനെയെങ്കിലും എൻ്റെ പ്രേമം ലക്ഷ്മി ഒന്ന് അറിയിച്ച എന്നും കടപ്പാടുണ്ടാവും. ദൂത് പോയില്ലേ പ്ലീസ്? ഏയ്, പല്ല് ചലിച്ചു. അപ്പൊ ദൂത് പോവില്ലേ? താങ്ക് യു. ഇതാ നോക്ക്, ലക്ഷ്മിയുടെ അടുത്ത് പോയി എൻ്റെ പ്രണയം അറിയിച്ച ഞാൻ ഒരു കൊല്ല കദളിപ്പഴം തന്നേക്കാം. പോരെ? പറയൂലോ? ഓക്കെ, താങ്ക് യു. പറയൂ, നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത്? ലക്ഷ്മിക്ക് അറിയില്ലേ? മണ്ടത്തരം പറയരുത്. എന്റെ ജീവിതത്തിൽ എന്താ നടന്നിട്ടുള്ളതെന്ന് അറിയോ? അറിയാം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഡൈവോഴ്സായി. അറിഞ്ഞിട്ടും എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു എന്ന് അന്വേഷിച്ചു? ഇയാളുടെ പഴയ ജീവിതത്തെക്കുറിച്ചൊന്നും എനിക്കറിയണ്ട. ഒരു പെണ്ണിന്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവൻ ഒരു നല്ല പുരുഷനാവില്ല, നല്ല ഭർത്താവല്ല, നല്ല കാമുകനല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് കേൾക്കണ്ട. നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്ക് പ്ലീസ്. കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. വീണ്ടും വരരുത്, വീണ്ടും വരരുത്. എന്നെ വിട്ടേക്കൂ പ്ലീസ്. ഹലോ ഹലോ ലക്ഷ്മി, ലക്ഷ്മി ഞാൻ പറയുന്നത് കേൾക്ക്. ലക്ഷ്മി പ്ലീസ്, ഒരു മിനിറ്റ്. ലക്ഷ്മി, ലക്ഷ്മി ഞാൻ പറയുന്നത് ഒരു നിമിഷം, ഒരു നിമിഷം. ലക്ഷ്മി പ്ലീസ്. ശരി,
നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കാം. നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് പറ. ഇപ്പോഴല്ലേ സിനിമയിലെ ഹീറോയിനെ പോലെ പഴയ കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറഞ്ഞത്? അതിനുള്ളിൽ ചോദിച്ചല്ലോ. ഇതുകൊണ്ടാ പറഞ്ഞത് ശരിയാവില്ല എന്ന്. ഹലോ, നിങ്ങൾ തന്നെയല്ലേ ചോദിക്കാൻ പറഞ്ഞേ? അതുകൊണ്ട് ചോദിച്ചത്. അത് തെറ്റാ? എന്ത് പറ്റി മോളെ? 2-3 ദിവസമായിട്ട് ആളിനെ കാണാനേ ഇല്ലല്ലോ. കുറച്ച് ജോലി അത് മനസ്സിലായി. ഈയിടെയായിട്ട് ആളുടെ മുഖത്തിന് ഇച്ചിരി പ്രസാദം കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ലക്ഷ്മി കഴിക്കുകയാണോ? നടക്കട്ടെ നടക്കട്ടെ. ഓഫീസിൽ ഭയങ്കര ടെൻഷൻ, തലവേദന താങ്ങാൻ പറ്റുന്നില്ല. ടാബ്ലറ്റ് തരട്ടെ? വേണ്ട, ഞാൻ കഴിച്ചതാ. ലക്ഷ്മി, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ മാഡം. വേറൊന്നുമല്ല, എനിക്ക് 40 വയസ്സുള്ളൊരു ബ്രദറുണ്ട്. അവന് 8 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അവൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി. അവൻ എത്ര കാലാ തനിച്ചു കഴിയുക? അവനൊരു കൂട്ടുമുണ്ട്. നീയാണെങ്കിൽ ഈ നിലയിലുമായി. നിനക്ക് സമ്മതമാണെങ്കിൽ അവൻ നേരിട്ട് ഒന്ന് സംസാരിക്കും. എന്തു പറയുന്നു? നിന്നെപ്പറ്റി ഞാൻ എല്ലാം അറിഞ്ഞായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. ഏയ്, നീ എന്തിനാ കരയുന്നേ? ഞാനെന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? എക്സ്ക്യൂസ് മീ, നമ്പർ സെക്ഷൻ C3 ഫയൽ എവിടെ ഇരിക്കുക? എന്റെ ഡ്രോയിൽ അല്ലല്ല, വനച്ചയുടെ ഡ്രോയിലുണ്ട്. അറിഞ്ഞൂടെ? എനിക്കറിയാലോ, ഭർത്താവിനെ പിരിഞ്ഞിട്ട് ഒരു സ്ത്രീക്ക് എത്രനാൾ തനിച്ച് ജീവിക്കാൻ കഴിയുമെന്ന്. നീ ഒന്ന് മൂളിയാ. ചേച്ചി, എന്താ പറ്റി? എന്താ മോളെ ലക്ഷ്മി, പറയേ. കരയാതെ, വിഷമിക്കാതെ, നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനെന്താ, ആകാമല്ലോ. വാ മോളെ, വാ. അന്യരുടെ കഷ്ടപ്പാടറിയാത്ത ജന്മങ്ങളാ അവര്. ഈ ലോകത്ത് ഒരു പെണ്ണിന് കല്യാണം ആയില്ലെങ്കിൽ കൂടി മര്യാദയോടെ പെരുമാറും അവളോട്. എന്നാ ഭർത്താവിനെ വിട്ടിട്ട് പിരിഞ്ഞു വന്നവളാണെന്ന് വെക്ക്, ഈ ലോകം പെടുത്തുന്ന പാടുണ്ടല്ലോ, താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ പറയുന്നത് ലക്ഷ്മിമോളെ, ഇമാതിരി സമയങ്ങളിൽ വസന്തനെ പോലൊരുത്തൻ നിന്റെ പഴയ കഥകളൊന്നും അറിയണ്ട, കല്യാണം കഴിക്കാന്ന് പറഞ്ഞാ സമ്മതിക്കല്ലേ വേണ്ടത്? അതല്ലേ ന്യായം? ഇങ്ങോട്ട് നോക്കുമോളെ, ആ പയ്യനെ നീ എന്തിനാ വെറുക്കുന്നേ? നിന്റെ കഥ എന്താന്ന് ചോദിച്ചേനല്ലേ? അവൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടും നീയല്ലേ പറഞ്ഞത് അവനോട് കേൾക്കാൻ? അതാ ചോദിച്ചത്. അവനെന്താ സിനിമയിൽ വരുന്ന ഹീറോയാ? സാധാരണ മനുഷ്യനല്ലേ? ഇതല്ലേ നീ തെറ്റിദ്ധരിച്ചത്? ലക്ഷ്മിമോളെ, നീ നേരെ ആ വസന്തന്റെ അടുത്തേക്ക് പോ. നടന്നതൊക്കെ അങ്ങോട്ട് പറ, കല്യാണം കഴിക്ക്. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആലോചിച്ച് നോക്കുമോളെ, നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക്. സുന്ദരി നീയും സുന്ദരൻ ഞാനും തീർന്നിരുന്നാൽ തീരൂ. വെള്ളിയാഴ്ചയായിട്ട് കണ്ണാടി ഉടഞ്ഞല്ലോ. അയ്യോ, നോക്കി എടുക്കേണ്ടതായിരുന്നില്ലേ? കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടാവില്ലേ? ശരി, ചീപ്പ് വെക്കുമ്പോ കൈ വഴുതി. കൈ മുറിയും. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എന്ത് കാര്യം സംസാരിക്കാനാണാവോ വന്നേ? പറയൂ. വസന്തില്ലേ? വസന്തില്ലേ? വസന്ത് പുറത്തു പോയിരിക്ക. എന്താ കാര്യം? വസന്ത് എല്ലാം എന്നോട് പറഞ്ഞു. പറയൂ. അത് പിന്നെ അയ്യോ, മോഹൻ തിരിച്ചു കളഞ്ഞല്ലോ. എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞിട്ടും എന്നെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഭാഗ്യവതിയാണ്.
ഈ ലോകം തന്നെ എൻ്റെ കയ്യിൽ വന്ന പോലെയുണ്ട്. എനിക്കെന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. വസന്തിനോട് ഇത് നേരിട്ട് പറയാൻ എനിക്ക് സങ്കോചമുണ്ട്. നിങ്ങൾ വസന്തിന്റെ നല്ല ഫ്രണ്ടല്ലേ? നിങ്ങൾ അയാളുടെ നല്ല ഫ്രണ്ടല്ലേ? ഞാൻ പറയുന്നത് വസന്തിനോടൊന്ന് പറയൂ. അതിനെന്താ? ഞാനും എല്ലാവരെയും പോലെ കല്യാണം കഴിച്ച് പ്രതീക്ഷകളോടെയാണ് പോയത്. എങ്ങനെ പറയാൻ എനിക്കറിയില്ല. സ്മോക്ക് ചെയ്യലല്ലേ? ആയിക്കോളൂ. എന്നാ ക്യാൻസർ വരുന്ന എല്ലാവരും പറയുന്നേ. എന്നെ അനുഗ്രഹിക്കൂ. വല്ലാത്ത തലവേദന. അയ്യോ, മരുന്ന്. ഓക്കെ, കാലത്ത് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. എന്താണെന്നറിയില്ല. അദ്ദേഹം എന്നോട് സംസാരിച്ചില്ല, അടുത്തില്ല. ഇങ്ങനെ 1 മാസം കഴിഞ്ഞു പോയി. ഒരു ദിവസം എന്നെ കാണാൻ നാട്ടിൽ നിന്ന് അമ്മയും മുത്തശ്ശിയും എല്ലാവരും വന്നു. മുത്തശ്ശി സുഖമായിരിക്കണം. മുത്തശ്ശി, അച്ഛാ അനിയത്തെ കൊണ്ടുവന്നില്ലേ? പഠിക്കാനുണ്ട്, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. നമസ്കാരം മുത്തശ്ശി. മോനെന്തേ? അതാ വന്നല്ലോ. വരൂ അമ്മേ, ഞാൻ ഓഫീസിൽ പോവാണ്. മോൻ വലിയ ബിസിയാണല്ലോ. വരൂ മുത്തശ്ശി, വരൂ അച്ഛാ. ഞാൻ അമ്മയോട് എന്റെ ജീവിതം എങ്ങനെയാന്ന് പറഞ്ഞു. ലക്ഷ്മി, എന്തു പറ്റി? പറ മോളെ, എന്തിനാ കരയുന്നേ? പറ. അവൻ നിന്നെ കഷ്ടപ്പെടുന്നുണ്ടോ? മോൻ മുൻകോപിയാണോ? അല്ലമ്മേ, ഭർത്താവ് ദേഷ്യപ്പെട്ട് ഒന്ന് അടിച്ചാലും കുഴപ്പമില്ല. ഒന്നും സംസാരിക്കാതിരുന്നാൽ എങ്ങനെയമ്മേ സഹിക്കുക? എന്താ മോളെ പറയണേ? ഞാൻ പറഞ്ഞാൽ അമ്മ വിശ്വസിക്കില്ല. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ എന്റെ നിഴലിനെ പോലും അദ്ദേഹം സ്പർശിച്ചിട്ടില്ല. ശരി ശരി, അമ്മ വന്നില്ലേ? ഞാൻ പറയുന്ന പോലെയൊക്കെ നടന്നു. പിന്നെ കണ്ടോ പയ്യൻ നിന്റെ പിറകെ ചുറ്റിക്കളിക്കുന്നത്? കരയാതെ മോളെ, കരയാതെ കണ്ണു തുടച്ചേ. കരയാതെ മോളെ, കരയാതെ ധൈര്യമായിട്ടിരിക്കെ. അമ്മയില്ലേ കൂടെ? കരയരുത് കേട്ടോ. നിന്റെ സന്തോഷം കണ്ടിട്ട് വേണം എനിക്ക് വീട്ടിൽ പോയി. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ചിരിക്കും മോളെ, ചിരിക്ക്, ചിരി മോളെ. മോളും കൊഞ്ചിതൊക്കെ മതി. നല്ല ഇടിവെട്ടും മഴയും വരുന്നുണ്ട്. ഇതേ നമ്മുടെ നാടൊന്നും അല്ല. നല്ല പനി പിടിക്കും. അമ്മയോട് സംസാരിച്ചതിന് ശേഷം എനിക്കൊരു വിശ്വാസം വന്നു. അന്ന് രാത്രി സന്തോഷത്തോടെ സ്വപ്നങ്ങളോടെ ഞാൻ മുറിയിലേക്ക് പോയി. എന്താ ഇത് ഈ സമയത്ത് സൂട്ട് കേസൊക്കെ എടുത്ത്? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എന്താ പറഞ്ഞത്? എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കല്യാണത്തിന്. മതിയോ? പ്രേമിക്കുന്നത് തെറ്റാണോ? ഒരു പെണ്ണെ ഞാൻ പ്രേമിച്ചു, അത് തെറ്റാണോ? അവളെ മറക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങോട്ട് നോക്ക്, നോക്ക്. അതാണ് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ്. അവൾക്കും എന്നെ മറക്കാൻ പറ്റുന്നില്ല. അവൾക്കും പലയിടത്തും കല്യാണാലോചന വന്നു. അതുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ നോക്കൂ, ഞാനും അവളും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുക.
എന്തേത്? ഡൈവോഴ്സ് പേപ്പർ ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു. മനസ്സിന് പിടിച്ചോടെ കൂടെ ജീവിക്കണം, അതാ ജീവിതം. ഇതല്ല. ഞാൻ ജീവിക്കണം തീരുമാനമെടുത്തു. എന്നെ ഉപേക്ഷിച്ച് അദ്ദേഹം പോയി. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ സ്തംഭിച്ചു നിന്നു. ഞാൻ അച്ഛനോടും അമ്മോടും എല്ലാം പറഞ്ഞു. അമ്മേ, 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 എന്ത് പറ്റി അമ്മേ? അയ്യോ, അമ്മേ, 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 എന്ത് പറ്റി അമ്മേ? എന്ത് പറ്റി അമ്മേ? അമ്മേ, ഒരു പെണ്ണിന് തോൽവി സഹിക്കാൻ പറ്റും, എന്നാ വഞ്ചന സഹിക്കാൻ പറ്റില്ല. എനിക്ക് ആദ്യമേ വസന്തന്റെ ഭർത്താവായി ലഭിച്ചിരുന്നെങ്കിൽ ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. എന്ത് ചെയ്യാനാ, വസന്തന്റെ ജീവിതത്തിലേക്ക് ഇപ്പോഴാണ് വന്നത്. എല്ലാം വിധി. എനിക്ക് വസന്തനെ ഇഷ്ടമാണ്. പെണ്ണെപ്പോഴും ഒരു നല്ല വ്യക്തി ഭർത്താവായിട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുക. അച്ഛനോട് വന്ന് സംസാരിക്കാൻ പറയൂ. എനിക്ക് വസന്തനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയണം. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. വസന്തനോട് പറയില്ലേ? തീർച്ചയായിട്ടും പറയണം. പറയാം, തീർച്ചയായിട്ടും പറയാം. ഞാൻ വരട്ടെ? ധൈര്യമായിട്ട് പോയിക്കോ. ഇഷ്ടമല്ലെങ്കിൽ വസന്തൻ ഒഴിവാക്കി കൂടെ? പാവം, അവനിതുപോലെ അറിയുന്നോ? വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഇനി എന്താകാനാ? വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കണം. എവിടെയായിരുന്നു മോളെ? മുകളിൽ പോയിട്ട് വരാച്ചാ. രാജി, ആ ഫോട്ടോ എടുത്തൊന്ന് കൊടുത്തേ മോളെ. എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ട് ചെയ്യാൻ. അതൊന്നും സാരമില്ല, നീ എടുത്തോണ്ട് വാ മോളെ. ഏത് ഫോട്ടോ അച്ഛാ? നീ നോക്ക്. ഇങ്ങതാ. എന്ത് ഫോട്ടോ അച്ഛാ? ആദ്യം നീ ഫോട്ടോ കാണ്, എന്നിട്ട് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറ. ഇതാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ കണ്ട പയ്യൻ. നിന്നെക്കുറിച്ചുള്ള എല്ലാ വിവരവും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നല്ല മനസ്സുള്ളവനാ പയ്യൻ. നീ എന്തു പറയുന്നു? കൊച്ചു പെണ്ണല്ലേ, അവൾ എന്ത് പറയാൻ? നമ്മൾ തീരുമാനിക്കുന്നത് അവൾ സമ്മതിക്കുന്നു. എന്താ മോളെ, സമ്മതമാണോ? അച്ഛാ, ഞാനൊന്ന് പറഞ്ഞ ദേഷ്യപ്പെടില്ലല്ലോ? എന്താ നീ പറയാൻ വരുന്നത്? എനിക്ക് കല്യാണം വേണ്ട അച്ഛാ. എന്താ മോളെ? എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് അച്ഛാ. നീ ലക്ഷ്മിയോട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? ആ, എനിക്കിഷ്ടമാണ്, സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ അതിന് അവൾ എന്ത് പറഞ്ഞു? ഇപ്പൊ എന്തായി? അവള് വന്ന് കരഞ്ഞിട്ട് പോടാ. എന്താ? വസന്ത് ഇങ്ങനെ പറയുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് പോയി. ഡാ, ഞങ്ങളാ പറഞ്ഞത് നീ ലക്ഷ്മിയെ ലവ് ചെയ്യണമെന്ന്. എന്നാൽ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വിട്ടേര്. ഇത് അവളുടെ അച്ഛനറിഞ്ഞ വിഷയം സീരിയസ് ആവുന്ന എന്റെ പേടി. വിഷയം എന്താന്ന് പറ. എന്താടാ, എന്താ സംഭവിച്ചേ? ഇഷ്ടമല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയ പോരെ? എന്തിനാണ് അവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കുന്നത്? നീ പഠിച്ചോളല്ലേ, കുറച്ചെങ്കിലും വീടും വേണ്ടേ? നോക്ക്, നിന്നെ ആഗ്രഹിക്കുന്ന അവൻ എന്ത് യോഗ്യതയുള്ളൂ? അവൻ വീടും കൂടും ഇല്ലാത്തൊരു അനാഥ പയ്യൻ. അവനെയാണോ നീ സ്നേഹിക്കുന്നത്? അവൻ കിളിയെ കൊണ്ട് കൊടുത്തപ്പോഴേ ഞാൻ സംശയിച്ചു ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു. ഇവന് ചെവി കേൾക്കില്ല, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്.
അത് മാത്രം നീ പറയരുത്. വസന്ത ഇങ്ങോട്ട് നോക്ക്. ദേഷ്യപ്പെട്ട കോപം, ചിരിച്ച സന്തോഷം, കരഞ്ഞ ദുഃഖം, മുഖത്ത് നോക്കിയാ എനിക്കറിയാൻ വയ്യടാ. ഇതിലെല്ലാം കൂടെ എനിക്ക് തെറ്റുപറ്റൂടാ. അച്ഛനും അമ്മയും വളർത്തുന്ന പിള്ളേർ പോലും നേരെ ചൊവ്വയാകുന്നില്ല. അപ്പൊ പിന്നെ അനാഥന ഇവന്റെ കാര്യം പറയാനുണ്ടോ? നേരത്തെ എന്റെ മോടെ ജീവിതം പാഴായല്ലെന്ന് ഓർത്ത് വിഷമിച്ച് നിന്റെ അമ്മ നമ്മളെ വിട്ടുപോയി. ഞാനും അവളെപ്പോഴും നിന്നെ വിട്ട് പോണെന്നാ. അമ്മ ചുമ്മാ ഇരിക്കമ്മേ. നീ ആരെ വേണം സ്നേഹിച്ചോ, ഇഷ്ടമുള്ളത് ചെയ്തോ. നേരാണോടാ? അവള് കരഞ്ഞോ? അതേടാ, നീ കണ്ടോ? നേരിട്ട് കണ്ടതാ കരയുന്നത്. ഇനിമേലെ ഇത് സഹിക്കാൻ പറ്റില്ല. ഇത് വസന്തിനോട് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അവള് പോയത്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ചോദിച്ചു തന്നെ ബാക്കി കാര്യം. പറഞ്ഞതല്ല നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്ത് വേണമെങ്കിലും ആയിക്കോ. പ്രേമിക്കാൻ നടക്കുന്നു. സാർ, മോളെ ഒന്ന് വിളിച്ചേ. എന്താണ് ഇത്ര അധികാരം? സോറി സാർ, പ്ലീസ് മോളെ ഒന്ന് വിളിച്ചേ. അവളോട് പറയാനുള്ള എന്നോട് പറഞ്ഞാൽ മതി. സാർ, ഇപ്പോഴാ ഒരു കാര്യം അറിഞ്ഞത്. അതിപ്പോ തന്നെ ചോദിക്കണം. എന്തറിഞ്ഞെന്നാ? നിന്റെ യോഗ്യത എന്താന്ന് എനിക്കിപ്പോ മനസ്സിലായി. വീട് വാടകയ്ക്ക് എടുക്കുക, എന്നിട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുക. നീയൊക്കെ കല്യാണത്തിന് പോയി പാടിയാൽ മതി. കല്യാണം കഴിക്കാനുള്ള യോഗ്യത ഇല്ല. ഇതിനേക്കാളും നല്ല പിച്ചക്കാരെ കൊണ്ട് കെട്ടിക്കുന്ന അമ്മ ചുമ്മാരിയമ്മേ. വീട് ഒഴിഞ്ഞു പോടാ. എന്താ സാർ ഒരു പുതിയ കാര്യം പോലെ പറയുന്നത്? നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ ചിലര്. പറഞ്ഞല്ലോ, പിന്നെന്താ? ഈ നിമിഷം മര്യാദയ്ക്ക് വീട് ഒഴിഞ്ഞു പോകണം. പോകുന്നിടത്തെങ്കിലും മര്യാദയ്ക്ക് നിൽക്കാൻ നോക്ക്. അവിടെ എന്നെ പോലെ പാവപ്പെട്ട അച്ഛൻ പറഞ്ഞെങ്കിലേ അവരുടെ മോളെങ്കിലും പ്രേമിക്കരുത്. സാർ, എന്തിനാ സാർ ഇങ്ങനെ ആരോടോ അനാവശ്യം പറഞ്ഞത്? ഞാൻ അങ്ങനെ പറയൂ. നിന്റെ ജന്മം അങ്ങനെ. നിനക്ക് അത്രയുള്ള യോഗ്യത. എന്തിനാ സാർ അതിനെ കുറിച്ചൊക്കെ പറയുന്നത്? എന്താടാ പറഞ്ഞത്? നിന്റെ അച്ഛനമ്മ ഏതെന്ന് നിനക്കറിയോ? നിന്റെ ജാതിയെ പറ്റി പറയും. മര്യാദയ്ക്ക് വീട് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ പോലീസിൽ. എന്തിനാ സാർ വരട്ടുന്നത്? ഈ വീട്ടിൽ നിന്ന് മാറണം. ഒരാഴ്ചക്കുള്ളിൽ മാറിയേക്കാം. എങ്കിലും പോകുന്നതിന് മുമ്പ് ഒരു സത്യം പറയണം. നിങ്ങളുടെ പെണ്ണിന് എനിക്ക് ഇഷ്ടമല്ല. സത്യമായിട്ട് നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടമല്ല. ഒരു തരത്തിലും ഇഷ്ടമല്ല. ഒന്നും അറിയാതെ ആശിച്ചതും ഇഷ്ടപ്പെട്ടതും ഇപ്പൊ എനിക്കെല്ലാം ബോധ്യായി. ഒരാഴ്ചക്കുള്ളിൽ മാറും ഞങ്ങള്. സ്വന്തം വീടില്ലാത്തോണ്ട വാടകയ്ക്ക് വന്നത്. നിങ്ങൾക്കത് ഉണ്ടായിട്ടെന്താ? നല്ല മനസ്സ് വേണം സാർ, മനസ്സ്. ഓളാ, നിന്റെ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണം? ആ തെണ്ടി പറഞ്ഞിട്ട് പോയിട്ട് അവൻ എന്തെങ്കിലും പറയട്ടെ, നീ വന്നേ. അമ്മ ചുമ്മാരി എപ്പോ നോക്കൊരു സമാധാനം. വേണ്ട മുത്തശ്ശി, എനിക്ക് കല്യാണമേ വേണ്ട. എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. എന്താ മോളെ ഇത്? വേണ്ടാന്ന് പറഞ്ഞ വിട്ടൂടെ? എനിക്കിഷ്ടമല്ല. എന്ത് ഇഷ്ടമല്ല? ഒന്നും ഇഷ്ടമല്ല. നോക്കു മോളെ, നീ വല്ലാത്ത ചിന്താക്കുഴപ്പത്തിലാ. നിനക്ക് വസന്തിനെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? പക്ഷെ അവന് നിന്നെ ഇഷ്ടമല്ലാന്നല്ലേ പറഞ്ഞത്? അവന് നിന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? നിനക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് അവനോട് പറഞ്ഞോ? പറഞ്ഞു, ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു. അതാ, ഫ്രണ്ടിന്റെ അടുത്ത് നീ പറഞ്ഞതെല്ലാം കേട്ട് അവൻ മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെ സംഭവിച്ച പെണ്ണിനെ ഞാൻ എന്തിനു കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ച വഴക്കിട്ട് അവൻ പോയി. അതിന് നീ എന്തിനാ മോളെ നിന്റെ ജീവിതം പാഴാക്കുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയ ശേഷം നീ ആഗ്രഹിച്ചവൻ നിന്നെ വിട്ടിട്ട് പോയി. എന്നാ നിന്റെ അച്ഛൻ നോക്കി വെച്ച പയ്യൻ നിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാ. നീ നന്നായിട്ടിരുന്ന് ആലോചിക്കും മോളെ. നിന്റെ അച്ഛനൊന്ന് കണ്ടേ. നിന്നെ തന്നെ വിചാരിച്ച് കുടിച്ച് സ്വയം എരിഞ്ഞു തീരുക. ഞാനതെങ്ങനെ സഹിക്കും മോളെ? നിന്റെ തീരുമാനത്തിലാ എല്ലാം അടങ്ങിയിരിക്കുന്നത്. ഒരു നല്ല തീരുമാനം എടുക്കും മോളെ. ഹലോ, ഇതിനെന്താ വില? കിലോ 10 രൂപ സാർ. ഒരു അര കിലോ എടുത്തോ. വേറെ എന്തെങ്കിലും? വേറെ ഒന്നും വേണ്ട. ദാ 1/4 കിലോ എടുക്ക. ഹലോ, സന്തോഷായോ? ഇപ്പൊ സന്തോഷായോ എന്നാ ചോദിച്ചേ. നിങ്ങളെപ്പറ്റി വലിയ മതിപ്പായിരുന്നു എനിക്ക്. എന്തത്? എന്തെങ്കിലും മനസ്സിലാവുന്ന ഭാഷ പറ. നിങ്ങൾക്ക് ലക്ഷ്മി ഇഷ്ടായിരുന്നു. ലക്ഷ്മിക്കും നിങ്ങളെ ഇഷ്ടാണെന്നല്ലേ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറഞ്ഞത്? പിന്നെന്തിനാ വഴക്കിട്ടത്? എന്താ പറഞ്ഞേ? ഓഹോ, നിങ്ങളുടെ ഫ്രണ്ടിന് കാത് കേൾക്കില്ല എന്നത് ലക്ഷ്മിക്ക് അറിയില്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ വൈകല്യങ്ങളൊക്കെ അവൾക്ക് അറിയില്ല അല്ലേ? മറച്ചു അല്ലേ? ഇഷ്ടപ്പെടുന്ന പെണ്ണിനോട് എല്ലാം മറച്ചു വെച്ചു. പാവം,
തന്റെ സ്നേഹത്തെ കാതു കേൾക്കാത്ത ആളിനോട് പറഞ്ഞിരിക്കുന്നു. അയ്യോ, എന്താ എന്താ പറഞ്ഞ? സത്യമായിട്ട് ഈ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയതാ. നോക്കൂ, എനിക്കൊരു ഉപകാരം ചെയ്യ് പ്ലീസ്. ദയവ് ഇത് ലക്ഷ്മിയോട് പറയൂ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന്. ഞാൻ തന്നെ പറയട്ടെ. വേണ്ട, കാലം കടന്നുപോയി വസന്ത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? അത് വെച്ച് അവളെ സമ്മതിപ്പിച്ച് വേറെ വിവാഹം ഉറപ്പിച്ചു. ഇന്ന് കല്യാണ നിശ്ചയം. ഇപ്പൊ എല്ലാരും എത്തിക്കാണും. ഇത് നോക്കൂ, ലക്ഷ്മി മാനസികമായി വളരെ തകർന്നിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. പ്രേമിക്കുന്നത് ഒരു മഹാകാര്യം. പ്രേമിക്കുന്ന പെണ്ണിന്റെ കഴുത്തിൽ മറ്റൊരുത്തൻ താലി കെട്ടുമ്പോ ഒഴിഞ്ഞു മാറേണ്ടത് അതിലും മഹത്തായ കാര്യം. ആരും വിഷമിക്കണ്ട, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോട്ടെ. വസന്ത്, വസന്ത, ഒന്നും മിണ്ടാത്ത ആ സൈലന്റ് ലേഡി ഇപ്പൊ എന്താ ഒരുപാട് സംസാരിച്ചിട്ട് പോയത്? എന്നാ കാര്യം? അപ്പൊ കുറിപ്പടി വായിക്കാം. ശിവമയം. തിരുനെൽവേലി സുബ്രഹ്മണ്യത്തിന്റെ മകൾ സൗഭാഗ്യവതി ലക്ഷ്മിയെ മയിലാടുംതുറൈ കേശവപിള്ള അവരുടെ മകൻ ചിരഞ്ജീവി കുമാരസ്വാമിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് ആഗസ്റ്റ് മാസം 16-ാം തീയതിയായ ഇന്ന് ബന്ധുമിത്രാദികളാൽ മുഹൂർത്തം നിശ്ചയിക്കപ്പെടുന്നു. ഒന്ന് പുകയ്ക്കണമായിരുന്നു. എന്താ? ആ, ഊണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്. നീ ഇതൊരു ഹണിമൂൺ എവിടെ പോകണം തീരുമാനിച്ചില്ലേ? എന്താടാ ഇങ്ങനെയൊക്കെ? കല്യാണം എനിക്കല്ലേ, നിനക്കാ? പറയാം, നിന്നോട് പറഞ്ഞിട്ടേ പോകൂ. ചുമ്മാ വളവളവളവളാന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഏയ്, ഇയാള് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹലോ, നിങ്ങൾ ഈ ടി വിയിലൊക്കെ പാടുന്ന വസന്തനല്ലേ? അതെ, കണ്ടുപിടിച്ചത് കണ്ടോ? നിങ്ങളെന്തോ ഇവിടെ? ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. ഐ സി, ഐ എം കുമാർ. ഈ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. കൺഗ്രാജുലേഷൻസ്, വളരെ നല്ല കുട്ടിയാ. താങ്ക്സ്. നിങ്ങളൊന്ന് ടി വിയിൽ പാടിയില്ലേ? കലക്കിയിട്ടുണ്ട് സർ, അടിപൊളി. ദൈവമാണ് ഗുരു എന്നുള്ള പാട്ട് പാടിയില്ലേ? റിയലി സൂപ്പർ. നിങ്ങളുടെ വോയിസ് വളരെ നല്ലതാണ്, അസലായിട്ട് പാടുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, എന്റെ കല്യാണത്തിന് നിങ്ങൾ പാടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നിങ്ങൾ വാഴ്ത്തിയ ദൈവം തന്നെ നമ്മളെ മീറ്റ് ചെയ്യാൻ ഇടയാക്കി. കല്യാണത്തിന് പാടില്ലേ? പിന്നെ ആ പ്രോഗ്രാമില് നിങ്ങളുടെ ഹോബി എന്താ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. പറയാനെന്തിരിക്കുന്നു, അതെല്ലാം നേരത്തെ പറഞ്ഞു തന്നെ. മോനെ,
എന്താ ഇവിടെ ചെയ്യുന്നത്? എന്താ ഇത്? ഇവിടെ ഒരു സിംഗർ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ യേശുദാസല്ലേ പരിചയപ്പെടുത്താൻ? താഴെങ്കിൽ ഇയാൾ നന്നായിട്ട് പാടും. എന്റെ കല്യാണത്തിന് ഇയാൾ തന്നെ പാടണം. ഇല്ല സാർ, കുറച്ച് നാളായി ഞാൻ പാടാറില്ല. യൂസി, നിങ്ങൾ പാടിയില്ലെങ്കിൽ ഇങ്ങേരുടെ മോളെ ഞാൻ കല്യാണം കഴിക്കില്ല കേട്ടോ. അങ്കിൾ, കല്യാണക്കുറിയിൽ എന്റെ പേരിനേക്കാളും പ്രധാനമായി ഇയാളുടെ പേരുണ്ടാവണം. ലൈറ്റ് മ്യൂസിക് ബൈ വസന്ത് മെലഡീസ്. കല്യാണക്കുറിയിൽ ബോൾഡായിട്ട് എഴുതി വെച്ചേക്കണം. വലിയ പാട്ടുകാരനൊക്കെ ആയിപ്പോയില്ലേ, കല്യാണത്തിന് പാടുന്നതൊക്കെ കുറച്ചിലായിരിക്കും. എന്താണെങ്കിലും ശരി, എന്ത് ചെലവ് വന്നാലും അയാളെ നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കണം. ഞാൻ താഴേക്ക് പോകുന്നു. സാർ, കല്യാണത്തിന് മീറ്റ് ചെയ്യാം. ഓക്കെ, വാ, എല്ലാരും നോക്കിയിരിക്കുന്നു. ബൈ സാർ. നാളത്തേക്ക് വെക്കറ്റ് ചെയ്തോളാം. വസന്ത, എടാ ഇപ്പോഴൊന്നും വൈകിട്ടില്ലടാ. ഞാൻ പോയി ചോദിക്കാടാ. ഞാൻ കാരണടാ ഇതൊക്കെ. അന്യായമായിട്ട് നിന്റെ ജീവിതം എങ്ങനെ? ഓരോരോ പാട്ടിലും ഓരോരോ നിനവിരിക്കും, ഉള്ളിനുൾ മുള്ളിരിക്കും നെഞ്ചേ. ഓരോരോ പാട്ടിലും ഓരോരോ നിനവിരിക്കും, ഉള്ളിനുൾ മുള്ളിരിക്കും നെഞ്ചേ. ഇളം നെഞ്ചേ, രാഗത്തിൻ കനവുകളിൽ കണ്ണീരിൻ നിനവുകളിൽ ഭാരങ്ങൾ ചുമന്നു വരും നെഞ്ചേ. ഇളം നെഞ്ചേ, പൈതങ്ങൾ കൊഞ്ചും മൊഴികൾ എന്തെന്ന് തായ്മാർക്കറിയാം. നെഞ്ചോട് പൊരുതും മൊഴികൾ ഏതാണെന്നെങ്ങനെ അറിയും. ഇതുപോലെ എന്നുടെ പാട്ടും വാക്കുകൾ കൊണ്ടുവരും. ഓരോരോ പാട്ടിലും ഓരോരോ നിനവിരിക്കും, ഉള്ളിനുൾ മുള്ളിരിക്കും നെഞ്ചേ. ഹലോ സാർ. വരണം വക്കീൽ സാർ. എന്താ ലേറ്റ്? നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്താ സംസാരിച്ചില്ലേ? സ്വത്തെല്ലാം പോരുമല്ലോ. എല്ലാം കറക്റ്റാണ്. പെണ്ണിന്റെ അച്ഛന്റെ പേരിലാണ് സ്വത്ത്. പെണ്ണിന്റെ അനുജത്തി മൈനർ ആയതുകൊണ്ട് ഒരു സിഗ്നേച്ചർ മാത്രം വാങ്ങിയാൽ മതി. വേറെ ഒരു പ്രശ്നവുമില്ല. മതിയോ? എന്താ കുമാർ, ഇപ്പൊ സന്തോഷമായില്ലേ? സന്തോഷമൊക്കെ തന്നെ. എന്നാൽ വാങ്ങുന്ന സിഗ്നേച്ചർ കല്യാണത്തിന് മുമ്പായാലും നല്ലത്. ഈ സമയത്ത് പെണ്ണിന്റെ അച്ഛൻ സൈൻ ചെയ്യുമോ? എന്ത് ഒപ്പിടുവോന്നാ? ഓരോപ്പല്ല 108 ഒപ്പിടും, ശ്രീരാമജയം എഴുതുന്ന പോലെ. ഇതെന്താ ഫസ്റ്റ് സ്റ്റാൻഡ് കല്യാണമൊന്നും അല്ലല്ലോ കഴിക്കുന്നത്. അല്ലാതെ കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയ പെണ്ണിനെ അല്ലേ കല്യാണം കഴിക്കുന്നത്. ഞാൻ എത്രയോ വലിയ ത്യാഗമാ ചെയ്യുന്നത്. ഇത് ത്യാഗമല്ല കുമാർ, ലാഭമാണെന്ന് പറയാം. നിങ്ങൾക്ക് ലാഭമാ. നിങ്ങൾ പോയി ടിഫിൻ കഴിക്കും. അച്ഛാ കൂട്ടിക്കൊണ്ടു. യെസ് കുമാർ, അപ്പൊ അനിത നീ എന്ത് ചെയ്യാൻ പോകുന്നു? നിനക്ക് വേണ്ടാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട. അനിതയല്ലേ, സ്വത്തിനൊന്ന് സുഖത്തിനൊന്നും പറഞ്ഞ് എൻജോയ് ചെയ്താ പോരെ. എന്താ മോളെ ഓടി വരുന്നത്? ഈ കല്യാണം നടത്തണമെന്ന് നിർബന്ധമാണോ? നീ ഭ്രാന്ത് പറയാതെ ഇങ്ങോട്ട് വാ. എന്താ ഉണ്ടത്? എന്ത് പറ്റും മോളെ? എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല അച്ഛ. വരൻ അയാളുടെ വീട്ടുകാരും നല്ലവരല്ല. നമ്മുടെ വീടിന്റെ വിൽപത്രം വെച്ച് ചർച്ച ചെയ്യുക. അത് മാത്രല്ല, എന്നെയും നമ്മുടെ കുടുംബത്തെയും പറ്റി അവര് പറയുന്ന കേൾക്കുമ്പോ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പണത്തെയാണ്. അച്ഛ, അവര് പണപ്പിശാചുക്കളാണ്. ഒന്ന് പതുക്കെ പറ മോളെ. ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ വീട്ടുകാരും. കള്ളം പറയാതെ മറയ്ക്കാതെ. എന്താ പറഞ്ഞവള്? ഇല്ല, ഒന്നുമില്ല, ഞങ്ങൾ പണപ്പിശാശി പറഞ്ഞു. എന്താ ഉത്തരം പറയുന്ന കേട്ടാ? അതാ ആദിത്തവൻ വിട്ടിട്ട് പോയത്. ഇത് ശരിയാകത്തില്ല. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. അത് ഈ സമയത്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ? എന്തനാവശ്യം പറഞ്ഞ? ആരായി പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോണത്? ഇല്ല, ഈ കല്യാണം നടക്കില്ല. വാടാ. ഇല്ല, എന്താ മോളെ പ്ലീസ് നിർത്ത്. കല്യാണം നിർത്ത്. അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാലെങ്ങനാ? നിങ്ങളുടെ സ്വന്തം മോളാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുവോ? ഞാൻ പറയുന്നത് കേക്ക്. സാർ, മുദ്രപത്രം ശരിക്കും വായിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല.
നിങ്ങൾ മുതിർന്നവർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പറ്റത്തില്ലടോ. കല്യാണം നടക്കില്ലെന്ന് പറയുന്നത് കേൾക്ക്. നടക്കില്ല. സർ, സർ, സർ. ഒരു മിനിറ്റ് സാർ. എന്താ സാർ ഈ സമയത്താണ് സാർ ഇങ്ങനെ ഒരു പ്രശ്നം? എന്ന് വിശ്വസിക്ക്, ലക്ഷ്മി നല്ല പെണ്ണ, അവൾ ഒരിക്കലും കളവ് പറയില്ല. ദേവേദി കല്യാണം ഭംഗിയായിട്ട് നടന്നോട്ടെ സാർ. നിനക്കെന്താ വേണ്ടാത്ത ജോലി? വന്നതും പാടുക, പണം വാങ്ങുക, പോവുക. നിനക്കെന്തറിയാം അവളെ പറ്റി? അച്ഛാ, അയാൾ പെണ്ണിന്റെ വീട്ടിൽ താമസിച്ചിരുന്നതല്ലേ? അങ്ങനെ അറിയുമോ അതോ ഭർത്താവിനെ വിട്ട് പിരിഞ്ഞു വന്ന പെണ്ണ് എന്ന നിലയ്ക്ക്? ലക്ഷ്മിയെ പറ്റി അനാവശ്യം പറഞ്ഞ സാർ. സോറി സാർ, പ്ലീസ്. ലക്ഷ്മി പോലെ വേറെ നല്ല പെണ്ണിനെ കിട്ടില്ല സാർ. ദേവേദി കല്യാണത്തിൽ നിന്ന് മാറില്ല സാർ. അവളെ പറ്റി പറയുമ്പോ നിനക്കെന്താണ് കോപം വരുന്നത്? അവൾക്ക് നിനക്കും എന്താ ബന്ധം? നീ ആര്? ആരാ നീ? സാർ, അത് ഞാൻ പറയൂ വസന്ത്. എന്തു പറയാനാ പറയുന്നത്? എടേ, നീ എന്താ പറയാൻ പോകുന്ന? എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ സ്വന്തം മാനം കെടുമോർത്തോ? നാണം കെടുത്തി തന്നെ വന്നേര്. ഇനിയും ഞാൻ സംസാരിക്കാതിരുന്നാൽ ഈ പെണ്ണിന്റെ ജീവിതം പാഴായി പോകും. വസന്തും ലക്ഷ്മിയും ഒരുപാട് നാളായി സ്നേഹത്തിലാണ്. നീ വസന്തിനോടുള്ള സ്നേഹം കാത് കേൾക്കാത്ത അവന്റെ ഫ്രണ്ടിനോടാ പോയി പറഞ്ഞത്. അതവൻ ശരിക്കും മനസ്സിലാക്കാതെ വസന്തിന് തെറ്റായ വിവരമാണ് കൊടുത്തത്. അതെ, എനിക്ക് കാത് കേൾക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ തെറ്റായി മനസ്സിലാക്കി. എന്നിട്ടും വസന്ത് എന്നെ, അവന് വലിയ മനസ്സാ. അതുമാത്രമല്ല, എനിക്ക് കണ്ണും കണ്ടൂടാ. ഇവന് പെണ്ണുങ്ങളുടെ വോയിസാ. അതുകൊണ്ടാ ഞങ്ങളുടെ കുറവുകൾ നിങ്ങളോട് മറച്ചത്. ഞങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്തിരിക്കുന്നു അവൻ. എന്നാൽ ഇന്ന് അവന്റെ ജീവിതമേ ത്യാഗം ചെയ്യുമ്പോൾ മനസ്സ് സഹിക്കുന്നില്ല. ഇത് കണ്ടല്ലോ അച്ഛൻ, എന്താടാ ഇത്രയും നടന്നു കഴിഞ്ഞു. ഇനി ഈ പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കണോ? സൂത്രശാലിയാണോ നീ? വാച്ചാ മോനെ നിക്ക്. ഡേയ്, പോടാ വെളിയില്, പോടാ. എന്താടാ നീ പുതിയ നാടകം കളിക്കണോ? വീണ്ടും വേളം ഉണ്ടാക്കാൻ വന്നേക്കണോ? ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നവനല്ല സാർ. ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇനിയൊരു തെറ്റും സംഭവിക്കരുതെന്ന് വിചാരിച്ച. എന്ത് തെറ്റ് നടന്നതാ? ഒരു പെണ്ണിന്റെ പണം മാത്രം മോഹിച്ചു വന്ന് ഇവനൊരു ആണാണോ സാർ? എനിക്കൊരു ചെറിയ സംശയം സാർ. ജാതകം എന്ന് പറഞ്ഞ് 2 പേപ്പർ വാങ്ങുന്നു. അതിലിരിക്കുന്ന കളങ്ങൾ നോക്കി ആ പൊരുത്തമുണ്ടോ ഈ പൊരുത്തമുണ്ടോ എന്ന് നോക്കും. പക്ഷെ മനപ്പൊരുത്തമുണ്ടോ എന്ന് നോക്കാത്ത എന്താ? ചെറുക്കനെ പെണ്ണ് കാണിക്കാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ചായയും പലഹാരവും കൊടുത്ത് പെണ്ണിനെയും കാണിച്ച് ഉടനെ തന്നെ കല്യാണം ഉറപ്പിക്കുന്നു. ആ അരമണിക്കൂർ കൊണ്ട് എങ്ങനെയാ സാർ പരസ്പരം ഒന്ന് മനസ്സിലാക്കാതെ എത്രയോ ഡൈവോഴ്സ്. മുൻപരിചയമില്ലാത്തവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുക ചോദിച്ചാ ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവമായിരിക്കുമെന്ന് പറയാ. ത്രില്ലടിക്കാൻ ലൈഫ് ഒരു സിനിമയല്ല സാർ. മിണ്ടായിരിക്കടാ, അധികം സംസാരിക്കണ്ട. അപ്പൊ അച്ഛനും അമ്മക്ക് നടന്ന കല്യാണം പരാജയമെന്നാണ് നീ പറയുന്നത്? സഹിച്ചുകൊണ്ടിരിക്കുക. കെട്ടിയവൻ കൊടിയനോ മുൻകോപിയോ, കഷ്ടപ്പെടുത്തുന്നവനോ കൊള്ളരുതാത്തവനോ, എങ്ങനെയിരുന്നാലും വീട്ടുകാർ നിശ്ചയിച്ച കല്യാണമാണല്ലോ എന്ന് കരുതി കുടുംബത്തെയും സമുദായത്തെയും ഭയന്ന് വെളിയിൽ പറയാൻ കഴിയാതെ ഉള്ളിലിട്ട് നീറ്റിക്കൊണ്ടിരിക്കും. സ്നേഹിച്ചാൽ എന്താ സാർ തെറ്റ്? സ്നേഹിച്ച് പരസ്പരം നല്ലവണ്ണം മനസ്സിലാക്കി കല്യാണം കഴിക്കട്ടെ. അതിലെന്താ സാർ അഭിമാനക്കുറവ്? ഒരു പെണ്ണിനെ ജീവിതത്തിൽ എന്ത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല, നല്ല ഭർത്താവിനെ കിട്ടുന്നതാണ് പ്രധാനം. ഫ്രണ്ട് കൊടുത്ത തെറ്റായ വിവരം കൊണ്ടാണ് പിരിഞ്ഞതെന്ന് അറിയാമായിട്ടും താൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം പാഴാകരുതെന്ന് കരുതിയില്ലേ വസന്ത്? അയാളെപ്പോലെ ഒരു നല്ലവനെ കിട്ടുന്നതാണ് സാർ പ്രയാസം. മകളെ കോടീശ്വരന് കല്യാണം കഴിച്ചു കൊടുത്തു, ലക്ഷാധിപതിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അഭിമാനിക്കാറില്ലേ? നല്ലവന് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് ആലോചിക്കാറുണ്ടോ? ഇല്ല. എന്താന്നറിയാമോ? ദുരഭിമാനം. നിങ്ങളുടെ ദുരഭിമാനം. അതെ, എനിക്ക് ദുരഭിമാനം തന്നെ. എന്ന് വെച്ച് അച്ഛനും അമ്മ ആരെന്നറിയാത്ത തെണ്ടികൾക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണോ? അതെ സാർ, ഞാൻ അനാഥനാ സാർ. അന്ന് നിങ്ങൾ ചോദിച്ചില്ലേ എന്താ ജാതിന്ന്?
സർ നിങ്ങൾ ചെട്ടിയാരെന്ന് പറഞ്ഞ ചെട്ടിയാര്, മേനോൻ എന്ന് പറഞ്ഞ മേനോൻ, പിള്ള എന്ന് പറഞ്ഞ പിള്ള, ഹിന്ദു എന്ന് പറഞ്ഞ ഹിന്ദു, മുസ്ലിം എന്ന് പറഞ്ഞ മുസ്ലിം, അത്ര തന്നെ. നിങ്ങൾ ഏത് ജാതിയാണോ അതേ ജാതി തന്നെ ഞാനും. എന്താന്ന് വെച്ചാൽ ഞാൻ അനാഥന സാർ. ജാതിയിലില്ലാത്ത ജാതി, ഉയർന്ന ജാതി, ഉയർന്ന ജാതി. മതിയായി സാർ, ഞാൻ വരട്ടെ. വാടാ. ഇവനേക്കാൾ നല്ല വരൻ വേറെ ആരുണ്ട്? ചെല്ലുമോളെ. നമ്മുടെ വസന്ത ആശിച്ച പോലെ തന്നെ നടന്നടാ. എന്നെ സംബന്ധിച്ച് പ്രേമം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ സാർ? പ്രേമിച്ച പെണ്ണിനെ തന്നെ കെട്ടണം, അവൾ ഏത് നിലയിലായിരുന്നാലും. കാസറി മോനെ, ആട്ടെ ഇനി എന്തിനാ എന്നെ സാറേന്ന് വിളിക്കുന്നേ? അമ്മാവെന്ന് വിളിക്കൂ.